അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പയ്യോൾ ഉസ്താദേ, അവിടെ നമ്മളെ ഹറമൈൻ ഇമാമ് പറഞ്ഞു എന്താ ഹംബലി മദ്ഹബാണ്. അപ്പൊ ഈ ഹംബലി മദ്ഹബില് കുനൂത്തില്ല എന്നുണ്ടോ? എങ്ങനെയാണ്? അതേമാതിരി കൂട്ടപ്രാർത്ഥന ഇല്ല എന്നുണ്ടോ? അതേമാതിരി ഇവിടെ ഒരുപാട് സൗദികൾക്ക് എന്റെ അറിവിലുണ്ട്. ഇപ്പൊ എന്റെ മുതലാളിമാരോ അവരെ മക്കൾക്കൊക്കെ ഭാര്യമാരെ തൊട്ടാൽ ഒന്നും മുറിയില്ല. അങ്ങനെ ഇതൊക്കെ എന്ത് മാനദണ്ഡം വെച്ചാണ്? എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരായ ആളുകൾ, ആ സുന്നി എന്ന് പറയുന്ന ആളുകളും സൗദി അറേബ്യയിലെ ജനതാളും വാഹിറായിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇത് ഞാൻ മറ്റേ കുമ്മോളിസ്ഥാനോട് തുടക്കം വെച്ച അതിനൊരു ഡോട്ട് ഇട്ടാണ് ഒഴിവാക്കുക. ഒരു ചർച്ച മാന്യത പുലർത്തണം. അത് ഏത് ഞാൻ ഈ STB എപ്പോഴും തരുന്ന ഒരാളുണ്ട്. പൈവസാനും അറിയാനോട് ഈ ഹംബലി മദ്ഹബ് അത് ഈ ഞാൻ ചോദിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് വളരെ മാന്യമായിട്ടൊന്ന് മറുപടി തന്നോളൂ. ഞാൻ മൈക്കോട്ടെ. അതൊരു ശരിയാണ്. നിങ്ങളുടെ ചോദ്യം വളരെ പ്രസക്താണ്. സുദേശ് സമസ്തക്കാരനല്ല, AP സമസ്തക്കാരൻ, EK സമസ്തക്കാരനല്ല. ഭാരതത്തില് AP സമസ്ത, EK സമസ്ത ഉള്ളത്. പിന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ 4 ഭാഗത്തും ഉണ്ടെങ്കിലും സുദേശ് സമസ്തക്കാരനെന്നുള്ള വാദം നമുക്കില്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. വിസ്മി, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. ഈ മൂപ്പര് സമസ്തക്കാരനാന്നല്ല പറഞ്ഞത്. മൂപ്പര് ഹംബലി മദ്ഹബുകാരനാണ് മൂപ്പര് പറയണു. അദ്ദേഹം പറയുന്നു ഞാൻ ഹംബലി മദ്ഹബുകാരനാണ്. നിങ്ങൾ പറയണു എന്ത്? അല്ല, മൂപ്പര് ഹംബലി മദ്ഹബുകാരനല്ല. എന്താപ്പ ചെയ്യ? മൂപ്പര് സ്വന്തം ശരീരത്തിനെ വിശദീകരിച്ചുകൊണ്ട് അതിനെ പിന്നെ എന്ത് ചെയ്യാണ്? മൂപ്പര് പരിചയപ്പെടുത്തുന്നത് ഞാൻ ഹംബലി മദ്ഹബുകാരനാണ്. കേരളത്തിലുള്ള വഹാബിയ ഒറ്റ മദ്ഹബും വേണ്ടെന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പൊ വഹാബി ആശയം ആർക്കില്ലാന്ന് ഇപ്പൊ പറഞ്ഞിരുന്നു? സുദേശിനില്ല. കാരണം സുദേശ് മദ്ഹബ് സ്വീകരിക്കുന്നവനാണ്. ഞാൻ മൈക്ക് കിട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പയ്യോൾ ഉസ്താദേ, ഞാൻ പണ്ടേ കഴിയുന്ന ഒരു കാര്യമുണ്ട്. STB വളരെ ബുദ്ധിപൂർവ്വം തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ചൂഷണം ചെയ്യുന്നു. ഉസ്താദെ, ഞാൻ പയ്യോൾ മറ്റേ കുമ്മോളിസ്ഥാനെ തുടക്കം വെച്ച് അതിൽ നിങ്ങൾ പരാജയപ്പെട്ടതായിട്ട് ഞാൻ കണക്കാക്കുന്നത്. എന്തോ അവിടെ പയ്യോൾ ഉസ്താദ് ആ ചർച്ചയിൽ പറഞ്ഞ വിഷയം ഉണ്ടല്ലോ. അതായത് നമ്മളെ ഹറമൈന്റെ ഇമാം പറഞ്ഞിട്ട് വസീലത്തു സിർക്ക് വാദിക്കുന്ന ഒരു മുജാഹിദിന്റെ കേരളത്തിൽ എന്ത് ഉസ്താദെ? സമസ്തല്ലല്ലോ വസീലത്തു സിർക്കിന് നമ്മൾ ഇമാം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു. അങ്ങനെ കേരളത്തിൽ അങ്ങനെ വാദിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. മറുപടി പറഞ്ഞോളി, നമുക്കൊന്ന് വിഷയം പഠിക്കാലോ. മരിച്ചുപോയ മഹാന്മാരോട് സഹായം തേടൽ വസീലത്തുന്നിലെ ശിർക്കാണെന്ന് പറയുന്ന കേരളത്തിലുള്ള വിഭാഗം ഏതാന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ തരക്കേടില്ല. എനിക്കും അറിയാൻ താല്പര്യമുണ്ട്. അപ്പൊ അവിടെ എത്തിയിട്ടുണ്ടോ? ഞാൻ അറിഞ്ഞിട്ടില്ല. ഒന്ന്, മരിച്ചുപോയ മഹാരഥന്മാരോട് സഹായം തേടൽ അത് വസീലത്തുന്നിലെ ശിർക്കാണെന്ന് വാദിക്കുന്ന വിഭാഗം ഏതാണ്? ഒന്ന് അല്ല, കേൾക്കാൻ വേണ്ടിട്ടോ. ഞാൻ നിഷേധിക്കുന്നില്ല. കാരണം ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് മൈക്കെടുത്തിട്ട് ആ ആളെ നിങ്ങൾ പറയും ഏത് വിഭാഗമാണത്. മൈക്കെടുത്തോളി. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരത്തെ ചോദിച്ചപ്പോഴേ നിങ്ങൾക്ക് ഒക്കെ ഉറുമ്പുകൾ നെപ്പുസ്ഥാനം ഭയങ്കര തൃപ്തി. എനിക്കറിയാം നിങ്ങൾക്ക് നല്ലൊരു വിഷയമായിട്ടങ്ങ് നല്ല തൃപ്തിയാവും. വസീലത്ത് ശിർക്ക് പറഞ്ഞ് ആ ഒരു വേറൊരു വകുപ്പിൽ പറയുന്ന മുജാഹിദീങ്ങളായ ആളുകൾ കേരളത്തിൽ ഉണ്ടോ ഉസ്താദ്? എന്നെ സംബന്ധിച്ചെല്ലാം നടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഹറം മക്കയിലാവട്ടെ, മദീന, സൗദി അറേബ്യ, ഏത് ഭാഗത്താവട്ടെ, ലോകത്ത് എവിടെയുമാകട്ടെ, എല്ലാം ആഖിർ സമാനിൽ ഇസ്ലാം എങ്ങനെ വന്നു അതിന് അതേപോലെ തന്നെ തിരിച്ചു പോകുന്ന റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. കാലം ദുഷിക്കുമ്പോൾ ഏകാന്തത. ഇത് ലോകത്ത് എല്ലാവർക്കും വേണ്ട ആ ഒരു പ്രവർത്തനത്തിൽ, ആ ഒരു ചിന്താഗതിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാവരും കണക്കാം. മുജാഹിദാവട്ടെ, സമസ്തക്കാരാവട്ടെ, ഏത് ത്വരീഖത്താവട്ടെ, ഏത് കുബൂരി, മടവൂരി, ഏത് ജിന്നൂരി ആവട്ടെ, ഒക്കെ കണക്കാം. എന്നെ സംബന്ധിച്ച് ഉസ്താദെ അയിമപ്പ് അടിച്ചു കൂടണം. ഞാൻ നിങ്ങൾക്ക് അരം വരുവാൻ നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എനിക്കതിനെ കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇത് അള്ളാഹുവിന്റെ ദീനാണ്. അതുകൊണ്ട് സത്യമായിട്ട് മുന്നോട്ട് പോകണം. അത് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ബാധ്യത ഉസ്താദന്മാർക്കുണ്ട്. അതാണ് ഏറ്റവും അല്ല, അതുണ്ട്. അതായത് സത്യം മനസ്സിലാക്കി തരേണ്ട ഒരു ബാധ്യത ഉസ്താദന്മാർക്കുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞു ഇപ്പോ ഏത് സുരേഷ പറഞ്ഞ രൂപത്തില് ആ വിഷയം അതാണല്ലോ നിങ്ങൾ പറയണത്. ഞാൻ പറഞ്ഞു സുദേശ് എന്ത് ചെയ്തിട്ടുണ്ട്?
മരിച്ചുപോയ മഹാരഥന്മാരെ വിളിച്ച് സഹായം തേടൽ വസീലത്തുന്നിലെ ശിർക്കാണെന്നാ പറയുന്നത്. കേരളത്തിലുള്ള വഹാബിന്റെ വാദം ശിർക്കാണെന്നാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ വാദിക്കുന്ന വസീലത്തുന്നിലെ ശിർക്കാണെന്ന് വാദിക്കുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ട് എന്നാ? ഉണ്ടോ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാൽ മതി. ഞാൻ വെറുതെ പറഞ്ഞതാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ലാന്ന് പറഞ്ഞാൽ. ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി, നീട്ടണ്ട. നിങ്ങളോട് പറഞ്ഞു പോയതാണെങ്കിൽ ഇല്ല കയ്യോളെ അങ്ങനെ ഒരാൾ കേരളത്തിൽ ഇല്ലട്ടോ, ഞാൻ ഈ പറഞ്ഞു പോയതാണ് സംഭവം, ആ വിട്ടാളെ പറഞ്ഞാൽ ഞാൻ വിട്ടു, മൈക്കെടുത്തോളി. എന്തിനാ ഇപ്പൊ ഇതിങ്ങനെ നമ്മളിങ്ങനെ കളകളാ പറഞ്ഞുകൊണ്ട് പോകുന്നത്? വേഗം മൈക്കെടുത്തോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പയ്യോടിസ്ഥാപക മരിച്ചുപോയവരെ കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ള വിഭാഗത്തിൽ വസീലത്തിന്ന് വാദിക്കുന്ന മുജാഹിദിലെ ഒരു വിഭാഗം ആളുകൾ ഇല്ല ആഖിർ സമാനില്. അപ്പൊ എന്നതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എവിടെയാവട്ടെ ഇസ്ലാം എങ്ങനെ വന്നു അതുപോലെ പോകുന്ന റസൂലുള്ള പറഞ്ഞിട്ട് ആഖിർ സമാൻ. അതുകൊണ്ടാണ് അള്ളാഹു റസൂൽ ആ ഒരു അധ്യായം ഹദീസ് കിതാബിൽ കാണാൻ കഴിയും. കാലം ദുഷിക്കുമ്പോൾ ഈ കാലം ദുഷിക്കുമ്പോ ഏകാന്തത കുറെ നേരമായിട്ട് ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്. എനിക്ക് സംഭവം മനസ്സിലായിട്ടില്ല കേട്ടോ, ഉള്ളത് പറയാലോ. അത് ഏതാ ഹദീസ് എന്നുള്ളത്? കാലം ദുഷിക്കുമ്പോ ഏകാന്തത എന്ന് പറയുന്ന ഹദീസ് അത് ഏതാന്നുള്ള എനിക്ക് തിരിഞ്ഞിട്ടില്ല. അല്ല കുറെ നേരമായിട്ട് നിങ്ങളിങ്ങനെ പറയും, അവിടെ ഞാൻ ചോദിക്കേണ്ടി വരുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കാലം ദുഷിക്കുമ്പോ ഏകാന്തത എന്നല്ല പറഞ്ഞ് യദുല്ലാഹി അലൽ ജമാ എന്ന കാലം ദുഷിക്കുമ്പോ ജമാഅത്തിനെ മുറുകെ പിടിക്കാനാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. നിങ്ങൾക്ക് ഇവിടുന്ന് ഏകാന്തത കിട്ടി എനിക്കറിയില്ല. കുറെ നേരമായിട്ട് ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ എന്നാ പിന്നെ നിർത്തി വയ്ക്കുന്ന ഞാൻ ഇങ്ങനെ വിചാരിക്കണേ. വീണ്ടും ആ മണ്ടത്തരം ഇങ്ങനെ ആവർത്തിക്കുക. അത് വിട്, അതല്ല നമ്മളെ പ്രശ്നം. നമ്മളെ വിഷയം ഇതാണ്. ഞാൻ പറഞ്ഞതേ കേരളത്തിലുള്ള വഹാബി ആദർശമല്ല ആർക്കുള്ളത്, സുദേശിനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായോ? അത് കേരളത്തിലാണ് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് തേടൽ ശിർക്കാണെന്ന് അവരെ വാദം അതാണ്. സുദേശ് പറയണു അല്ല, അത് വസീലത്തുന്നില ശിർക്കാണ്. ഇത് നിങ്ങൾ സമ്മതിച്ചോ? കേരളത്തിലുള്ള വഹാബി വാദം സുദേശിനില്ല. ഏത് അടിസ്ഥാനപരമായി വഹാബികൾ പൊക്കിപ്പിടിക്കുന്ന എന്തിന്റെ വിഷയത്തിൽ പോലും, ഇസ്തിഗാസയുടെ വിഷയത്തിൽ പോലും കേരള വഹാബികൾക്ക് എതിരാണ് സുദേശ് എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായോ? ശരി, എന്നാ മൈക്കെടുത്തിട്ട് അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്, ക്ലിയർ ആക്കിക്കോളൂ. എന്നിട്ട് അടുത്തേക്ക് പോവാലോ. മൈക്കെടുത്തോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് ഞാൻ എന്താ പറഞ്ഞത്, ആര് പറഞ്ഞാലും നമ്മളത് ആഖിർ സമാൻ ആര് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, എന്ന സമസ്തക്കാരുടേതാണോ ഉദ്ദേശിക്കുന്നത്? സമസ്തക്കാരുടേതാണോ? എല്ലാം ഇവിടെ കൂട്ടിക്കുഴച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ്. കാരണം കുറെ സമർത്ഥക്കാർ ഇപ്പൊ നേരത്തെ മറ്റേ നമ്മളെ കുമ്പോടിസ്താവ് പറഞ്ഞ മാതിരി ഇവിടെ തറാവി 20 കിടക്കുന്നു. അതേമാതിരി 11 ബാങ്ക് കൊടുക്കണം. നമ്മുടെ നാട്ടിൽ 11 ഞങ്ങളുടെ നാട്ടിലൊക്കെ ഖുർആൻ പാരായണം മൈക്കി കിടക്കുന്നത്. ഞങ്ങൾ പള്ളിയിലേക്ക് പോട്ടെന്നുള്ള അതേമാതിരി ഇവിടെ കൂട്ടപ്പാടത്തിന്റെ നമ്മുടെ നാട്ടിൽ കൂട്ടപ്പാടത്തിനാ നിസ്കാരത്തിന് ശേഷം 10. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തെ, അവിടെ 11:30 ബാങ്ക് കൊടുക്കണ്, നമ്മളവിടെ 11:30 കൊടുക്കണില്ല എന്നാ കേസ്. നമ്മളവിടെ ബാങ്ക് 2 ഉണ്ട്, അവിടെയും ബാങ്ക് 2 ഉണ്ട്. 2 ബാങ്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇത്തിഫാഖാണ്. അതിലാർക്കും എതിരഭിപ്രായം ഇല്ല. പിന്നെ ബാങ്ക് നിങ്ങളവിടെ 11:30 കൊടുത്താൽ തെറ്റൊന്നുമില്ല. ഒരു ബാങ്ക് 11:30 കൊടുത്തു എന്നുള്ളത് കൊണ്ടായി തെറ്റൊന്നല്ല. 2 ബാങ്ക് വേണമെന്ന് ഞങ്ങളും പറയണത്. അതൊരു ബാങ്ക് 11:30 കൊടുത്തു എന്നതുകൊണ്ട് നമുക്ക് എന്തല്ല. ഓക്കെ എതിരഭിപ്രായമൊന്നുമില്ല. അതൊന്നും എതിരഭിപ്രായമുള്ള വിഷയമല്ല. നമ്മളെ വിഷയം ഇപ്പൊ എന്താ അറിയോ? നിങ്ങളെ വാദപ്രകാരം സൗദി അറേബ്യയിലുള്ളത് കേരളത്തിലുള്ള വഹാബിസാണ് എന്നാണോ നിങ്ങൾ വാദിക്കുന്നത്? എനിക്കതേ കിട്ടണ്ടോ? കേരളത്തിലുള്ള വഹാബിസമാണ് സൗദി അറേബ്യയിൽ ഉള്ളത് എന്ന വാദം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ ഇനിയും ഞാൻ പറഞ്ഞുതരാം. KNM-ന് സൗദി അറേബ്യയുടെ ഭരണം കിട്ടിയാൽ അവിടുത്തെ പച്ചക്കുബ്ബ തച്ചു പൊളിക്കുന്നാണ് നിങ്ങളെ വാദം.
അവിടെ ഭരണകർത്താക്കൾക്ക് ആ ഒരു വാദമില്ല. തച്ചു പൊളിക്കാൻ അവർക്ക് എത്രയോ സംവിധാനങ്ങൾ ഇപ്പൊ ഉണ്ട്, പൊളിക്കണില്ല. മനസ്സിലായി നിങ്ങൾക്ക്? ആ പച്ചക്കുപ്പ തച്ചു പൊളിക്കണ്ടേ? കേരളത്തിലുള്ള വഹാബിസാണ് അവിടെ ഉള്ളത് എങ്കിൽ ആ പച്ചക്കുപ്പ എന്ന് തച്ചു പൊളിക്കും? എന്താ പൊളിക്കാത്തത്? പൊളിക്കൂല. കാരണം കേരളത്തിലുള്ള KNMന്റെ വാദമല്ല അവിടെയുള്ള വഹാബിയൊക്കെയുള്ളത്. കേരളത്തിലുള്ള വഹാബി വാദമല്ല അവിടെയുള്ള വഹാബികൾക്ക് പോലും ഉള്ളത്. അത് മനസ്സിലാക്കിക്കോളൂ. ഞാൻ മൈക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളത്തിലെ സമസ്തക്കാരോട് സാദൃശ്യമുള്ള എല്ലാ മേഖലകളും ഉണ്ടോ സൗദി അറേബ്യയിലുള്ള ആളുകളെന്ന് പറഞ്ഞത്? ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 2 ബാങ്ക് അത് 11:30 നമ്മുടെ നാട്ടിൽ നേരം. നിങ്ങൾ ഒരു കാര്യം നോക്കട്ടെ, ബാങ്ക് തഹജ്ജുദിന് ഇവിടെ കൊടുക്കുന്നതാണ് ഹറമിൽ. അപ്പൊ അത് കേരളത്തിൽ എവിടെ ഉണ്ടോ? നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത്, അവിടെ നിന്ന് മനസ്സിലാക്കാലോ. തഹജ്ജുദിന് ബാങ്ക് കൊടുക്കുന്നതാണ് ഹറമില്. അത് ഇവിടെ, അത് നമ്മുടെ കേരളത്തിലുണ്ടോ? എവിടെങ്കിലും പള്ളിയിൽ ഏതെങ്കിലും സുന്നി മുജാഹിദ് കുബൂരി ഖുറാഫി ശേഖനൂരി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട്? ഉസ്താദെ, അതിന് മറുപടി ഞാൻ വരാം. ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. എത്ര പള്ളിയിൽ കാണിച്ചിരുന്നുള്ള ഇപ്പൊ എനിക്ക് കാണിച്ചു തരാൻ പറ്റും. പിന്നെ ഓമാനൂർ അടുത്താന്നുള്ള മിഞ്ഞാമത്തെ സംസ്ഥാനത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റി. ഓമാനൂർ പ്രദേശത്ത് അടുത്ത് തന്നെ എനിക്ക് കാണിച്ചു തരാൻ പറ്റും, അരീക്കോട് ഭാഗത്ത് ഇൻഷാ അല്ലാഹ് ആവശ്യമെങ്കിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പൊന്നാനി വലിയ പള്ളി, കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനി വലിയ പള്ളിയിലും നിലനിൽപ്പുണ്ട്. കുബൂരി പള്ളിയിലുണ്ട് അതല്ലേ? ആ കുബൂരി പള്ളിയിലുണ്ട്. ഖുറാഫി പള്ളിയിൽ നിലവിലുണ്ട്. ഖുറാഫി പള്ളിയില് അത് നിലവിലുണ്ട്. നിങ്ങൾക്ക് ലോകം ഒന്നും അറിയില്ല വിസ്മിയെ. നിങ്ങൾ തനി മണ്ടത്തര പറയണ. നിങ്ങൾക്ക് ഒന്നും അറിയില്ല. നിങ്ങളെ നാട് തന്നെ നിങ്ങൾക്ക് അറിയില്ലെന്നാ ഞാൻ മനസ്സിലാക്കണേ. എന്തൊരു കഷ്ടാണിത്. ഇങ്ങനത്തെ മരമണ്ടത്തരൊന്നും ഇനി എഴുന്നള്ളിക്കല്ലേ. വിഷയത്തിലേക്ക് വാ, മൈക്കെടുത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇല്ലാന്നല്ല പറഞ്ഞു, ഉണ്ടോന്ന് ചോദിച്ച് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഉണ്ടെങ്കിലേ ഞാൻ അംഗീകരിക്കുന്നു. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നമുക്കത് അന്വേഷിക്കാതെ വ്യാപകമായിട്ട് അത് അന്വേഷിക്കട്ടെ. പൊന്നാനി പള്ളിയിൽ നിങ്ങളുടെ എവിടെ പറഞ്ഞു? ഓമാനൂരോ? ഓമാന് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് ഉണ്ട് തന്നെ നമ്മൾ സമ്മതിക്കും. ഉണ്ടെങ്കിൽ ഉണ്ട് തന്നെ. ഞാൻ ഉണ്ട് എന്നല്ല പറഞ്ഞു, ഇല്ലാന്നല്ല വായിച്ചത്. ഞാൻ ഉണ്ടോന്ന് ചോദിച്ചു. അതിന് പയ്യോടിസ്ഥാ പറഞ്ഞു പൊന്നാനി. പൊന്നാനി എന്താ മക്കാന്നറിയപ്പെടണ പൊന്നാനി അവിടെ ഉണ്ട്. മറ്റാളെന്താ പറഞ്ഞത്? മറ്റേ ഓമാനൂര്. ഓക്കെ ഉണ്ടെങ്കിൽ അത് ഓക്കെ ഉണ്ട്, നമ്മൾ സമ്മതിക്കണ്. പക്ഷെ അങ്ങനെ എന്നാ നോക്കട്ടെ, ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങള് കേരളത്തിലെ മുജാഹിദീങ്ങൾ തന്നെ ആളുകളിട്ടില്ലേ? അവൻ ചോദിക്കുന്നത്. അപ്പൊ എല്ലാം കണക്ക്. അതുകൊണ്ടാണ് ഞാനാ പറഞ്ഞത്, കാലം ദുഷിക്കുമ്പോൾ ഏകാന്തത, കാലം ദുഷിക്കുമ്പോൾ ഏകാന്തത. എവിടെ നിൽക്കണം സമുദായം എന്നുള്ള കാര്യം പ്രയാസത്തിലാണ്. ആഖിർ സമാനമത്. എന്റെ വിസ്മയെ അല്ല, 2 ബാങ്ക് ജുമാക്ക് അല്ല, ശരിക്കത് വേണോ? കേരളത്തിലെ സുന്നികൾ ചെയ്യണതാണോ ശരി? അല്ല കേരളത്തിലെ മുജാഹിദീങ്ങൾ ചെയ്യണത് ഏതാ ശരി? വിസ്മി ഒന്ന് പറയും. വിസ്മിന്റെ അഭിപ്രായം എന്താ ഫൈല്? കാലം ദുഷിക്കുമ്പോ ഏകാന്തത പിന്നെയും മൂപ്പര് പറഞ്ഞു. എനിക്ക് മനസ്സിലാവണില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് ഏത് ആയത്തിന്റെ അർത്ഥമാണ്, അല്ല ഏത് ഹദീസിന്റെ അർത്ഥമാണ് എനിക്കറിയില്ല. ചിലപ്പോ മൂപ്പര് മനസ്സിലാക്കി എല്ലാരും മണ്ടന്മാരാണ്, ഞാൻ മാത്രം ശരി, ഏകൻ. അങ്ങനെ ആയിക്കൂലേ? അർത്ഥത്തിലാ അതിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ കേൾക്കുമ്പോ അതാ മനസ്സിലാകുന്നത്. എല്ലാരും പിന്നെ ഇതായിട്ടാ പോണത്. ഞാൻ മാത്രം നല്ല ആറ്, ഞാൻ ഏകനാണ് എന്ന് പറഞ്ഞ് നടക്കുക. എന്നൊക്കെ നിങ്ങൾക്ക് പോയി എന്നല്ല, വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ വിസ്മയ മക്കത്ത് 2 ബാങ്കുണ്ട് ജുമാക്ക്. കേരളത്തിലെ സുന്നിയക്ക് 2 ബാങ്കുണ്ട്. പക്ഷെ കേരളത്തിലെ വഹാബിക്ക് 2 ബാങ്ക് ഇല്ല. ഇപ്പൊ ഏതാ ഇപ്പൊ ശരി? നിങ്ങളെ അഭിപ്രായം എന്ന് പറഞ്ഞാട്ടെ, മൈക്കെടുത്തോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പയ്യോടിസ്ഥാനം അതന്നെ ഞാനും പറഞ്ഞതേ. 3 ബാങ്ക് കൊടുത്തില്ല, സുന്നിയാള് കൊടുത്തു. അതൊന്നും നമ്മളെ വിഷയമല്ല. കാരണം അത് ആഖിർ ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു തന്നതാണോ? അള്ളാഹുവിന്റെ ഓർമ്മ ഞമ്മക്കല്ല. അതൊക്കെ റസൂലിനെ കാണിച്ചാൽ മതി. എവിടെയാണ് ഇപ്പോ ജനങ്ങൾ വളരെയധികം സംശയത്തിലെ ഒരുപാട് സംഘടനകൾ, ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് പ്രവർത്തകർ, ഒരുപാട് അവർക്ക് തോന്നിയ മാതിരി ആരാവട്ടെ അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് കാലം ദുഷിക്കുമ്പോൾ ഏകാന്തത. ഞാൻ ആദ്യം മുതലേ പറയുന്ന വിഷയമാണ്. മറ്റുള്ള സ്ഥാനം പയ്യോടിസ്ഥാനും അറിയാം. പയ്യോടിസ്ഥാൻ ആ കാര്യത്തിൽ ഉരുളാണ്. കിതാബ് നോക്കിയാൽ അപ്പം മനസ്സിലാവും. ഞാൻ മനസ്സിലാവും. അത് ശരി.
ശരിയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞു കാലം ദുഷിക്കുമ്പോ ഏകാന്തതാണ്. പിന്നെയും മൂപ്പര് പറഞ്ഞു കാലം ദുഷിക്കുമ്പോ ഏകാന്തതാണ്. അപ്പൊ എല്ലാരും ദുഷിച്ചിരിക്കുന്നു, നമ്മൾ മാത്രം ഏകൻ. വളരെ ബെസ്റ്റ് അല്ലേ സുഹൃത്തെ? ഞാൻ ചോദിച്ചെന്താ അറിയോ, അള്ളാന്റെ റസൂൽ അത് ചെയ്തോ ചെയ്തില്ലേ, ഇതൊന്നും അല്ല വിഷയം. ഖുർആൻ പറയാനല്ല, ഹദീസ് പറയാനല്ല. നിങ്ങളിപ്പോ ഖുർആൻ ഹദീസൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. കാലം ദുഷിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നിട്ടിപ്പോ കുറെ ആൾക്കാർക്ക് കുറെ അഭിപ്രായം ഉണ്ടെന്നും ഇപ്പൊ അള്ളാന്റെ റസൂൽ എന്താ ചെയ്തെന്നൊക്കെയുള്ള കൺഫ്യൂഷനാണ് ആകെ എല്ലാ സംഘടനക്കും ഉള്ളത്. അതുകൊണ്ട് നിങ്ങള് സംഘടന എന്നൊക്കെ പുറത്താണ്, എനിക്കെല്ലാം കണക്കാണ്. നിങ്ങളെ അഭിപ്രായം എന്താണെന്നാ എനിക്ക് അറിയേണ്ട ആ വിഷയത്തില്. നിങ്ങൾ ഒന്നിനെ അംഗീകരിക്കൂല, ഞാൻ കുബൂരിനെ അംഗീകരിക്കൂല, ഖുറാഫിനെ അംഗീകരിക്കൂല, മടവൂരിനെ അംഗീകരിക്കൂല, ജിന്നൂരിനെ അംഗീകരിക്കൂല, അതൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ ചോദിച്ചുകൊണ്ട് മറ്റ് അവരൊക്കെ അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒന്നിനെ അംഗീകരിക്കുന്നതാണെങ്കിൽ പിന്നെ അത് തന്നെ ആയിരിക്കും വിചാരിക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് മൈക്കെടുത്തിട്ട് പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കയ്യൂർ ഉസ്താദ്, ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നത്, ഞാനാ പറഞ്ഞത് ആഖിറസമാണ് ഇങ്ങനത്തെയാണ്. കാരണം ഇത് ഇങ്ങനത്തെ സംഭവിക്കുന്നത് റസൂലുള്ള പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 73 ആഖിറസമാനം 73, എന്റെ സമുദായം 73. അതിൽ ഒരൊറ്റ വിഭാഗം മാത്രമേ ദഖലൽ ജന്നയുള്ളൂ. അത് ആരാണ്, എവിടെ എന്നാണ്, എങ്ങനെ കിട്ടുന്ന ആർക്കും അല്ല. കാരണം പണ്ഡിതന്മാർ എല്ലാവരും പറഞ്ഞത് ഖുർആനും ഹദീസുമാണ്. മനസ്സിലായേ? അപ്പൊ നമ്മൾ അള്ളാഹുലേക്ക് പങ്കു ചേർക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാനിതൊക്കെ പറയാൻ കാരണമോ, അള്ളാഹുവിന്റെ പ്രവാചകൻ 70,000 ആളുകൾ ഒരു ഹിസാബും ഇല്ലാതെ സ്വർഗത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹിയുടെ സഹാബത്ത് ചോദിച്ചു അത് ആരായിരിക്കും. അപ്പൊ സഹാബത്തിലെ ഒരു വിഭാഗം ഇങ്ങനെ പറഞ്ഞെന്താരോ, അത് വീണ്ടും നബിയുടെ മേലിലും കളവ്. അത് ശരി, ആ ഹദീസ് നിങ്ങൾ പോരട്ടെ. എന്റെ സമൂഹം 72 വിഭാഗമാകുന്നു പറഞ്ഞു. ആ 72 എല്ലാം ദഖലൽ ജന്നാന്നും പറഞ്ഞു. അതിലൊന്ന് മാത്രമേ ഉള്ളൂ, അത് ഖുർആനും ഹദീസുമാണ്. ആ പറഞ്ഞ ഹദീസിന് പോരട്ടെ. നിങ്ങൾ നുണ പറയരുത്. നിങ്ങൾ ആദ്യം നിങ്ങളൊക്കെ ആ പോസ്റ്റ് മനസ്സിലാക്കിയിട്ട് സംസാരിക്കേ. നിങ്ങൾ പറഞ്ഞു അത് ഖുർആനും ഹദീസുമാണ്. പിന്നെ പണ്ഡിതന്മാരെല്ലാരും പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു പണ്ഡിതന്മാരെ കൂടി വെച്ചിട്ടായിരുന്നു. ആ ഹദീസിന് പറഞ്ഞ ഖുർആനും ഹദീസാണെന്ന് പറഞ്ഞ ഹദീസ് വായിക്കെടുത്തോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പയ്യൂർ ഉസ്താദ് എന്തൊക്കെ പറഞ്ഞത്? ഞാൻ പറയാത്ത കാര്യങ്ങളെ പറഞ്ഞു. ഞാൻ പറഞ്ഞതാണ് 73 കാലം ദുഷിക്കും, 73 എന്റെ സമുദായം 73, അതിൽ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ ദഖലൽ ജന്ന. ഞാനാ പറഞ്ഞത്. ഞാൻ പണ്ഡിതന്മാരൊന്നും ഞാൻ പറഞ്ഞില്ല. പറയാത്ത കാര്യങ്ങൾ പറയരുത്. ഇത് റസൂലുള്ള പറഞ്ഞുള്ള വാദങ്ങൾക്കുണ്ടോ? എന്റെ സമുദായം 73 ആഖിറസമാനാകുമ്പോഴേ അതിലൊരു വിഭാഗം മാത്രമേ, ബാക്കി 72 നരകത്തില്, അങ്ങനെ പറഞ്ഞിട്ടില്ല. വാദങ്ങൾക്കുണ്ടോ? റസൂലുള്ളാഹിയുടെ പേര് നിങ്ങൾ കളവ് പറയണോ? സീറ്റ് ഉറപ്പിക്കണോ നരകത്തില്? അങ്ങനെ വാദമുണ്ടോ? പറഞ്ഞോളി. നിങ്ങളെ ആള് നല്ല ഉഷാറാണ് കേട്ടോ. ശരിക്കും ഞാൻ വിചാരിച്ച് വലിയ കളവ് പറയുന്ന ആൾ ഇതിന് തീമിയാന്നാ. ഇത് മൂപ്പര് ഉസ്താദാവാനുള്ള യോഗ്യത ആണല്ലോ നിങ്ങൾക്കുള്ളത്. വലിയ വിടൽ കഴിക്കുന്ന ആൾ ഇതിന് തീമിയാന്നാ ഞാൻ കരുതിയത്. നിങ്ങൾ മൂപ്പര് ഉസ്താദാവാനുള്ള യോഗ്യത നിങ്ങൾക്കുള്ളത്. സഹോദര 151 ആൾക്കാർ കേട്ട വിഷയമാണ്. എല്ലാ പണ്ഡിതന്മാരും പറയുന്നത് അത് ഖുർആൻ ഹദീസ് അനുസരിച്ച് ജീവിക്കുന്ന ആളാണ്. ഇതിങ്ങനെ ഒരു വാക്കുകൾ പറഞ്ഞിട്ടില്ലേ? ഇങ്ങനെ ഒരു വാക്കുകൾ പറഞ്ഞിട്ടില്ലേ? എന്റെ സമൂഹം 72 വിഭാഗമാകും, അതിൽ എല്ലാം നരകത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മാത്രമാണ് സ്വർഗത്തിലുള്ളൂ. ആ ഒന്നേതാണ്? ഖുർആൻ ഹദീസ് അനുസരിച്ച് ജീവിക്കുന്ന ആളും എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? അങ്ങനെയാണ് എല്ലാ പണ്ഡിതന്മാരും അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഖുർആൻ ഹദീസ് അനുസരിച്ച് ജീവിക്കുന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ടോ? 73 അതൊരു ഹദീസിൽ 72 ഇല്ലേ? ഇനി സുഹൃത്തുക്കളെ ഇയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? എന്താ നിങ്ങളെ അഭിപ്രായം? ഞാൻ ആ പറഞ്ഞ രൂപത്തിൽ ആ ലഫുദ് അങ്ങനെ ഇല്ലെങ്കിലും വൽഹാസിൽ ആകെ മൊത്തം ആ വിഷയം മൂപ്പര് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? കേട്ട ആൾക്കാർ മാത്രം ഒരു എസ് അടിച്ചോളി. ഞാൻ നുണ പറയാന്നാണോ മൂപ്പര് പറയണത്? എനിക്കറിയില്ല. ആ കേട്ട ആൾക്കാർ എന്നെ എസ് അടിച്ചോളി. കേട്ട ആൾക്കാർ സത്യസന്ധമായിട്ട് മാത്രം അടിച്ചാൽ മതി കേട്ടോ. സത്യസന്ധമായിട്ട് മാത്രം അടിച്ചാൽ മതി. കാരണം എന്റെ കേൾവിയിലും റെക്കോർഡും ഉണ്ട്. വിസ്മയ എന്തിനാ ഇത്? ഈ നുണപറച്ചിൽ ആദ്യം നിർത്തുക. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ നമ്മളെ ഉസ്സൻകുട്ടിയാക്ക ഷാർജയിൽ പ്രസവിച്ചത്. എന്ത് നുണ പറച്ചിൽ നിർത്തിയാൽ തന്നെ സംഘടനകൾ തമ്മിലുള്ള ഒരു പരിധിവരെയുള്ള പ്രശ്നങ്ങളൊക്കെ തീരും. കണ്ടോ?
ഞാൻ മൈക്ക് വിടുകയാണ്. എന്തിനാ വിസ്മി ഈ പൊള്ളു പാതിരാക്ക് പറയണം, മോശമാണ്. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പയ്യൂർ ഉസ്താദേ, റെക്കാർഡ് കളിപ്പിച്ചോളി. ബിസ്മി കുടുംബമൊന്നുമില്ല. ബിസ്മി കുടുങ്ങണമെങ്കിൽ SGB വരുമ്പോ ബിസ്മിയുടെ തലച്ചോറ് ശരിക്കും കഴുകിട്ടാ വരും. എങ്ങനെന്താരോ, നിങ്ങൾ നല്ലോണം വക്രബുദ്ധി പോയിട്ട് എനിക്കത് അറിയാം, ആദ്യം മുതലേ അറിയാം. ബിസ്മിയാണ് കുടുങ്ങുന്ന ബിസ്മിയല്ല. ബിസ്മിത വീണ്ടും പറയുന്നു, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് ആഖിറസമാൻ 73, എന്റെ സമുദായം 73, ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിക്കുള്ളൂ. അങ്ങനെ ഇല്ലാണ്ടൊരു വാദങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളി. അങ്ങനെ ഇല്ലാണ്ടത് എനിക്കതാ വീണ്ടും പറയാം. കാലം ദിശിക്കുമ്പോൾ ഏകാന്തത, ഒരുപാട് സംഘടനകൾ എല്ലാവരും പറഞ്ഞ ഖുർആൻ സുന്നത്താണ്, എല്ലാവരും പറഞ്ഞ ഖുർആൻ സുന്നത്താ. എവിടെയാണ് സത്യം? അല്ലാഹുവിന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അറിയാം, ബിസ്മിയാണ് കുടുംബമൊന്നുമില്ല. ഇപ്പോഴും നിങ്ങൾ പറഞ്ഞു ഖുർആനും സുന്നത്താണ്, ഇപ്പോഴും നിങ്ങൾ പറഞ്ഞു ഖുർആനും സുന്നത്താണ്. ഇതന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഹദീസിലുണ്ടോ? അങ്ങനെ ഹദീസിലുണ്ട്. ഇപ്പോഴും നിങ്ങൾ പറയുന്നു ഖുർആനും സുന്നത്താണ്. അങ്ങനെ ഹദീസിലുണ്ടോ? ഇതാണ് അതാ നോണ നിങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. ഇതിപ്പം നിഷേധിക്കുന്നു. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താ ചെയ്യ? ഇപ്പോഴും നിങ്ങൾ പറയുന്നു ഖുർആനും സുന്നത്താണ്. ഇപ്പൊ നിങ്ങൾക്ക് ഡോട്ടിട്ട സമയമില്ലേ? ആ സമയത്ത് നിങ്ങൾ പറയുന്നുണ്ടാ ഖുർആനും സുന്നത്താണ്. എല്ലാവരും പറഞ്ഞു, എല്ലാ സംഘടനയും പറഞ്ഞു ഖുർആനും സുന്നത്താണ്, ഖുർആനും സുന്നത്താണ്. അങ്ങനെ ആ ഹദീസിലുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഹദീസ് ഓത്. വേഗം മൈക്കെടുത്തിട്ട് ആ ഹദീസ് ഓതിക്കോളൂ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പയ്യൂർ ഉസ്താദ്, ഞങ്ങൾ കുറച്ചൊക്കെ ഒരു ഇതുണ്ടെന്ന് വിചാരിച്ചിരുന്നു. ഹദീസിൽ ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതെന്തോ എന്റെ സമുദായം 73, അതിലൊരു വിഭാഗം ദഹജന്ന. ഇന്ന് കേരളത്തില് എല്ലാ ആളുകളും പറയുന്നത് പരിശുദ്ധ ഖുർആൻ നബി തങ്ങളുടെ വചനം പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ എവിടെയാണ് സത്യം, എവിടെയാണ് അസത്യം മനസ്സിലാക്കാൻ സാധാരണക്കാരായ ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. മനസ്സിലായില്ലേ? എല്ലാവരും പറഞ്ഞ സംഭവമാണ്. എല്ലാവരും പറഞ്ഞു ഒന്ന് തൊട്ട് അവസാനം വരെ, ഒന്ന് മുതൽ അലിഫ് മുതൽ അതിന്റെ അവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്തെങ്കിലും ആ ഹദീസിന്റെ ബാക്കി ഭാഗോട് നിങ്ങൾ അത് ശരി, നിങ്ങൾ ആ പകുതിക്കെന്ന് വെച്ച് വാക്കല്ലേ, ആ ഹദീസിന്റെ ബാക്കി ഭാഗവും കൂടി ഓത്. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ആ ഒരു വിഭാഗം ഏതാണ്. അല്ലാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ. നിങ്ങൾ ആ ഹദീസിന്റെ ബാക്കി ഭാഗവും കൂടെ ഓതിക്കോളൂ. നിങ്ങൾ പറഞ്ഞു എന്ത്? എന്റെ ഉമ്മത്ത് 73 വിഭാഗമാകും, എല്ലാവരും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ. ആ ഒരു വിഭാഗം ഏതാണ്? ആ ഹദീസ് തന്നെ പറയുന്നു. മൈക്കെടുത്തിട്ട് പറയൂ. ആ ഭാഗവും കൂടെ ഹദീസിന്റേത് നിങ്ങൾ തന്നെ പറയണം. ഞാൻ മൈക്ക് വിട്ടു. ആ ഹദീസിന്റെ ഭാഗവും കൂടെ നിങ്ങൾ പറയാൻ വേണ്ടി നിങ്ങളിലേക്ക് തന്നെ ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ ഒരു വിഭാഗം ഏതാന്ന് എന്നെക്കാളും ഈ പബ്ലിക്കിൽ എന്നും SGB വന്ന് പ്രസംഗിക്കുന്ന ഉസ്താദന്മാരിൽ ഒരാളെ പയ്യൂർ ഉസ്താദ് നല്ലോണം അറിയാം. അത് ബിസ്മി പറഞ്ഞിട്ടുണ്ടാ. ബിസ്മി പറഞ്ഞാൽ പിന്നെ ബിസ്മി നിങ്ങൾക്കത് ഹദീസ് വായിക്കാനറിയോ? ഇങ്ങനെ അത് ഇതിന് ഒരുപാട് പറയും. കാരണം എന്താ വക്രബുദ്ധി. അതുകൊണ്ട് ഞാനത് തൽക്കാലം വായിക്കാൻ ഉദ്ദേശിച്ചില്ല. നിങ്ങൾക്ക് വലിയ നിർബന്ധമാണ്. അപ്പോൾ പറഞ്ഞു അപ്പാണ് വായിച്ചിട്ടിരിക്കുക. നമുക്ക് വലിയ നിർബന്ധമുണ്ട്. എനിക്ക് വലിയ നിർബന്ധം നിങ്ങളെ വായിക്കണം എന്നുള്ളത്. ഓക്കെ, വലിയ നിർബന്ധം തന്നെയാണ്. അതിന്റെ ബാക്കി ഇങ്ങോട്ട് വായിക്കി വായിക്ക് വിട്ട്. ഹലോ, നിങ്ങള് രണ്ടുപേരും കുറെ സമയമായി ഈ കുറെ സമയമായത് നോക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ വേറെ ഉണ്ട് ഇവിടെ. തൽക്കാലം ഇന്റെ ആവ അവിടെ കുത്തിയിട്ട് നമ്മളെ ബിസ്മി മൈക്ക് എടുക്കട്ടെ. എന്നിട്ട് ആ ഹദീസിന്റെ ബാക്കി ഭാഗം വായിക്കും. ഞാൻ മൈക്ക് വിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പയ്യൂർ സാർ നല്ല രസത്തിൽ നല്ല തൃപ്തിയില്ലേ? എന്താ ഉസാരോ. നേരത്തെ ഞാൻ ആദ്യം ഒരു കുമ്മൽ സാർ ചെയ്തപ്പോ നിങ്ങൾക്കൊക്കെ നാവ് ഇറങ്ങിയിരുന്നു. അതേമാതിരി മിഞ്ഞാൻ അതേമാതിരി 3 ഉസ്താദ്മാര് എന്റെ മുന്നിൽ വെള്ളം കുടിച്ചു. സത്യമാണ്, അതൊരു സംശയമില്ല. നല്ല ഉസാറുണ്ടല്ലോ പയ്യൂർ ഉസ്താന്.
ഹദീസൊക്കെ ഞാൻ വായിച്ചു തരാം, അതിനൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ എന്താ നിങ്ങള് അതിപ്പോ ഏകദേശം സമയം ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ ഹദീസിനെ ഉസാറായിട്ട് വായിച്ചു പഠിപ്പിച്ചു തരാം. നിങ്ങൾ വേഗം ബിസ്മിക്ക് എന്താ നിങ്ങൾ ഒരൊറ്റ വർത്താനം, ബിസ്മിയാണ് മുങ്ങ ബിസ്മിയല്ല. ഇൻഷാ അല്ലാഹ് ഇനിയും വരുന്നതാണ്. കാരണം ഇവിടെ 12 കാലായി, അതുകൊണ്ട് സമയം വരും 12 മണിന്റെ കണക്ക്. അതുകൊണ്ട് നിങ്ങൾ ബിസ്മി ഒളിച്ചോടി ബിസ്മി മുങ്ങി അങ്ങനെ വിഷ്ണു ഒളിച്ചോടെയും വിഷ്ണു മുങ്ങിയൊന്നുമില്ല. വിഷ്ണു ഇങ്ങനെ മാനം കെട്ട് പോകുകയേ ഉള്ളൂ. എത്താ വിഷ്ണു പറയണത്? നിങ്ങൾക്ക് ആ ഹദീസിന്റെ ബാക്കി വായിച്ചിട്ട് പോയിക്കൂടെ? അതിനിപ്പോ 2 മിനിറ്റ് ഉള്ളതുകൊണ്ട് ആ ഹദീസിന്റെ ബാക്കി വായിച്ചിട്ട് നമുക്ക് പിന്നെ തീരുമാനാക്കിയിട്ട് പോവാ. ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഉണ്ട്, എളുപ്പം തീരുവല്ലത്. അത് എന്താ ഇന്നലെ മെഞ്ഞാന്ന് എന്നൊക്കെ പറ്റുമ്പോ ഇങ്ങനെ ഇതാവുക. അതിന്റെ ഒരു ആവശ്യമില്ല. വിസ്മയ വേഗം മൈക്കിലേക്ക് ഞാൻ നിങ്ങൾക്ക് വേഗം മൈക്ക് തരുന്ന അതിന്റെ ബാക്കി പെട്ടെന്ന് ഒന്ന് ആ ഹദീസിന്റെ ബാക്കി ഓതിങ്ങാണ്ട് നമുക്ക് എന്ത് ചെയ്യാ, വേഗം ഈ ഒരു വിഭാഗം ഏതാണെന്ന് തീരുമാനാക്കുക. വേഗം നിങ്ങൾക്ക് പോകാം. മൈക്ക് എടുത്തോളി, ഞാൻ മൈക്ക് വിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ഞാൻ വിഷയം മാറ്റാന്ന് പറയരുത്. എന്താണ് അനന്താവൂറോ ആ ചങ്ങാതി എന്താ അടിച്ചാൽ നിങ്ങൾ പബ്ലിക് വായിച്ചതാ. നാണം ഇല്ലേ പൊട്ട, 2 മിനിറ്റ് അല്ലേ ഉള്ളൂ. എന്ത് സംസ്കാരമാണ് ഇങ്ങനത്തെ ആളുകൾക്ക്? LKG തൊട്ട് UKG തൊട്ട് സംസ്കാരം അതേ പഠിപ്പിക്കണ്ടോ? അതൊക്കെ അല്ല, അത് എഴുതിയതാരാന്ന് എനിക്കറിയില്ല. പക്ഷേ വാസ്തവാണ്. നാണമില്ലേ പൊട്ടാന്നല്ലേ. പൊട്ടന്മാര് പിന്നെ ബുദ്ധിമാനെന്ന് വിളിക്കാൻ പറ്റുമോ? അത് കളിയാക്കലല്ലേ. പൊട്ടന്മാര് പിന്നെ ബുദ്ധിമാനേന്ന് വിളിച്ചാലാ കളിയാക്കല്. അത് പറഞ്ഞത് കറക്റ്റാ. പക്ഷെ നമ്മളതിനെ അനുകൂലിക്കണില്ല കേട്ടോ. ഉള്ളത് പറയണല്ലോ, അതിനെ അനുകൂലിക്കണില്ല. ആ എഴുതിയ ആളാരായാലും നമ്മൾക്കായിട്ട് ഇനി യാതൊരു ബന്ധവും ഇല്ല. പക്ഷെ ഇങ്ങനെ ചിലപ്പോ ഈ മണ്ടത്തരവും പൊട്ടത്തരവും കേട്ടിട്ട് വഹാബി അടിച്ചതായിരിക്കും ചില സമയത്ത്. ഞാൻ വഹാബിയാന്ന് പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ലല്ലോ എല്ലാ ആൾക്കാരും ഇവിടെ ഐഡിയയിലുള്ളത് ആരൊക്കെയാണ് വഹാബി എന്നൊന്നും എനിക്ക് പറയാൻ പറ്റൂല. അതൊന്നും അറിയില്ല. അപ്പൊ ഏതായാലും 2 മിനിറ്റ് ഉണ്ടല്ലോ. ആ 2 മിനിറ്റ് കൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, വേഗം വന്നിട്ട് ആ ഹദീസിന്റെ ബാക്കി ഓതി. നമുക്കതാ വേണ്ടേ. നിങ്ങൾ DMD ഇടുക വേഗം. DMD ഇട്ട് കഴിഞ്ഞാൽ ആരും നിങ്ങളതാണ് ഇല്ല പൊട്ടാന്നൊന്നും വിളിക്കൂല. എനിക്ക് അത്രേ പറയാൻ പറ്റൂ. വേഗം മൈക്ക് എടുത്തിട്ട് ആ ഹദീസിന്റെ ബാക്കി ഓതി. ഞാൻ മൈക്ക് വിട്ട് അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും പയ്യൂർ സാർ നിങ്ങളെ ബ്ലഡ് തിളക്കണം കാണാൻ നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടമായി. ഏതായാലും ഇന്നിപ്പോ ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നാളെ നിങ്ങൾക്ക് അർജന്റാണെന്ന് ഞാൻ പറഞ്ഞ അർജന്റാണ് വായിച്ചല്ല, നാളെ ഞാൻ വായിച്ചുതരാം. നാളെ ഇൻഷാ അല്ലാഹ് അങ്ങനെ ബിസ്മി എന്നല്ല ബിസ്മി വീണ്ടും നല്ല ശക്തിയിൽ തിരിച്ചു വരും. അങ്ങനെ മുങ്ങ ഒടിച്ചൂടാ പരിപാടി ബിസ്മിന്റെ നിഘണ്ടുമില്ല. ബിസ്മിന്റെ ഒരൊറ്റ ഭാഗമുള്ളൂ. കാരണം കാലം ദുഷിക്കുമ്പോൾ ഏകാന്തത, അതിൽ ഉറച്ചിക്കണ ഒരു സംഘടനയും താങ്ങുന്ന പരിപാടി ബിസ്മിക്കില്ല. മനസ്സിലായില്ലേ? പക്ഷെ പിന്നെ ലോകത്തിട്ട് നമ്മൾ കാണുന്ന സത്യങ്ങള് നമ്മുടെ നാട്ടിലെ മുജാഹിദുമായി പഴച്ചതാണ്, അത് സത്യമാണ് വിത്ത് അള്ളാഹുവാലം. അവരുടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സമസ്തക്കാരന്മാരെല്ലാം ഇപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. നമ്മൾ കാലം ദുഷിക്കുമ്പോൾ ഏകാന്തത ആ ഹദീസും വരട്ടെ. അതിന് ഹദീസ് ഉണ്ടെങ്കിലേ ഞാൻ അത്രേ പറയുന്നുള്ളൂ. നല്ല വിസ്മി ഈ വളവള നിർത്തിങ്ങാണ്ട് ആൺകുട്ടികളെ പോലെ വർത്താനം പറയാനെങ്കിലും പഠിക്കണം. ഇത് ഞാൻ മാന്യമായിട്ടാ പറഞ്ഞത്. ആൺകുട്ടി എന്ന് പറഞ്ഞ മാന്യമായ ഭാഷയാണ്. അത് എങ്ങനെ ആൺകുട്ടികളെ പോലെ സംസാരിക്കണം എന്ന് പറഞ്ഞതൊക്കെ മാന്യമായിട്ടാ. കാരണം എന്താ പറയുക, നിങ്ങളിങ്ങനെ മാനം കെടുന്ന സമയത്ത് ഞാൻ നാളെ വരും വിസ്മി മുങ്ങൂല എന്ന് പറയുമ്പോൾ തന്നെ ഉറപ്പാണ് നിങ്ങൾ മുങ്ങിയാന്ന്. അങ്ങനല്ലേ? പേടിയൊന്നും ഇല്ലാന്നൊരാള് പേടിയില്ലാത്തവരെന്തിനാ പേടിയില്ലാന്ന് പറയേണ്ട ആവശ്യമോ? ഓൻ കാര്യമായിട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് പേടിയില്ലാന്നും പറയണ്ട, അങ്ങോട്ട് പോകാം. പേടിയില്ല എന്ന് പറയുന്നവനെ കുറിച്ച് ചിന്തിക്കണം. ഓന്റെ ഹൃദയത്തിൽ പേടിയുണ്ട്, അതുകൊണ്ടാണ് ഓൻ പേടിയില്ല എന്ന് പറഞ്ഞത്. അതേമാതിരി ഭീഷ്മി മുങ്ങാണ് എന്ന് ഭീഷ്മിക്ക് തന്നെ ഉറപ്പാണ്. അത് ഞാൻ മുങ്ങിയല്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഉറപ്പാണ് നിങ്ങൾ മുങ്ങുകയെന്ന്. നിങ്ങൾക്ക് ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ ആ ഹദീസ് ഒന്ന് ഓത്. ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ ഹദീസിന്റെ വാക്യം ഒന്ന് ഓത്. അന്ന് കേൾക്കട്ടെ, കേൾക്കാൻ പൂതി എന്താണ്? വേഗം മൈക്കെടുത്തോട് ഓതിക്കോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ബിസ്മി പോയിട്ടില്ല എന്ന് കരുതണം. പിന്നെ 2 ദിവസം മുമ്പ് ഇലായോമിൽ ഖിയാമ വരെ ഓമാനൂര് നേർച്ചക്ക് ഹിന്ദുക്കളുടെ സംഭാവന സ്വീകരിക്കുന്നത് ഹലാലാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരായത്ത് നിങ്ങൾക്ക് ഇലായോമിൽ ഖിയാമ തെളിയിക്കാൻ കഴിയൂല എന്നാണ് അന്ന് ബിസ്മി പറഞ്ഞിട്ട് അന്ന് പോയതാണ്. പിന്നെ ഞാൻ മൈക്കിലുണ്ടായിരുന്നില്ല. ഏതായാലും ഇപ്പൊ ആയത്ത് ബിസ്മി കേൾക്കാൻ തയ്യാറുണ്ടോ എന്ന് അറിഞ്ഞാൽ തരക്കേടില്ലായിരുന്നു. മൈക്കറിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ബിസ്മി അല്ലെങ്കിൽ തന്നെ നമ്മളെ ആ ഹിഫ്സുർ റഹ്മാന്റെ വെള്ളം കുടിച്ച് ആകെ തൂഫാനായി കിടക്കുകയാണ്. മൂപ്പർക്ക് വയറിളക്കം പിടിച്ചിട്ടുണ്ട്. ഇനി ഉസ്താദ് ഇപ്പൊ അതിന്റെ മേലെ ആയത്തും കൂടി കൊടുത്താ മൂപ്പര് ഫ്ലാറ്റ് ആകും. എനിക്കതാ മനസ്സിലാവണ്. ഇപ്പം മൂപ്പർക്ക് ഇനി ആയത്തും കൂടി കൊടുത്താൽ ആകെ ഇപ്പൊ താക്കൽ മൂപ്പരില്ല. എനിക്ക് സൗണ്ട് എനിക്കറിയാം. കണ്ടോ, വർത്താനം ഉണ്ടാവും, എല്ലാറ്റിനും ഉണ്ടാവും. ഒരു മിനിറ്റ് ഉസ്താദ്, ഒറ്റ മിനിറ്റ് കേട്ടോ ഉസ്താദ്. ഇതൊന്നും കൊണ്ട് തീരുമാനമാക്കിയിട്ട് നമുക്ക് മറ്റേ വിഷയത്തിലേക്ക് അടക്കാമായിരുന്നു. അള്ളാഹു തആല ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ബിസ്മിയെ മൈക്കെടുത്താൽ ഇതിന് മറുപടി പറയണം. ആ ഹദീസിന്റെ വാക്യം ഓതാൻ പറ്റുമോ ഇല്ലയോ? വേഗം മൈക്കെടുത്തിട്ട് പറഞ്ഞോളി. എന്നിട്ട് നമുക്ക് ഉസ്താദിന്റെ വിഷയത്തിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പള്ളിസാദ് സമയം ഇവിടെ 12:20 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഞാൻ നാളെ എനിക്ക് പറഞ്ഞുതരാം. ഹദീസ് ഞാൻ എനിക്ക് നാളെ പറഞ്ഞുതരാം. കാലം സുഖമായിട്ട്. പിന്നെ മറ്റാളെ മൈക്കെടുത്ത് എനിക്കല്ല. അവിടെ മിന്നാന്ന് 3 ഉസ്താദന്മാർ അതിന് ഹദീസ് തൊക്കെ നാളെ പറഞ്ഞു കേട്ടോ. അത് ഞാൻ മൈക്കെടുത്ത് പറഞ്ഞു. പിന്നെ 3 ഉസ്താദന്മാർ, ബാബാമൂർ ഉസ്താദ്, നമ്മളെ വാക്കിച്ചൂർ ഉസ്താദ്, പയ്യോൾ ഉസ്താദ്, ഓമാൻ. അതിന് ആയത്തിന് പറഞ്ഞോളി. എന്നിട്ട് നമുക്ക് ബാക്കി വെക്കാം. അതായത് 10 കൂടെ 12 വരെ ആയത്തിന് എഴുതിക്കോളി. മറ്റേ പയ്യോൾ ഉസ്താദ് ഞാൻ നാളെ പറഞ്ഞുതരാം. ഓക്കെ. ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ മൈക്കിലേക്ക് വന്നോളൂ. അപ്പൊ ബിസ്മി നാളെ ആ ഹദീസും കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. ബിസ്മിയെ ഈ ഹദീസ് ഞാനുള്ള സമയത്ത് ചർച്ച ചെയ്യട്ടോ. ഞാനുമായിട്ട് ചർച്ച ചെയ്യാം ട്ടാ. ഓക്കെ. ഇത് വേറെ ഉസ്താദുമാരോടൊന്നും ചോദിക്കരുത് ട്ടാ. കാരണം ഉസ്താദുമാർക്ക് ഇതിന്റെ ആ ഉസ്ലൂബും തെരീക്കും മനസ്സിലാവൂല പെട്ടെന്ന്. ഇതെന്തൊക്കെയാ ചർച്ച ചെയ്തതെന്നോ ഇതേത് തെരീക്കിലൂടെ പോയതെന്നോ ഒരു ഉസ്താദുമാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഉസ്താദുമാർ കേട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് നാളെ ഈ ചർച്ച ഞാനുമായിട്ട് ചെയ്യാം. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ACB ഉസ്താദിനെ ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇലാ യൗമിൽ ഖിയാമ വരെ ആയത്ത് ഓതാൻ കഴിയൂല എന്ന് പറഞ്ഞ ആയത്തൊന്ന് ഓതി കൊടുത്താല് എന്നുള്ളൊരു ഉദ്ദേശമേ ഉള്ളൂ. ഈ ബിസ്മി യാസീൻ ഓതാറുണ്ടാന്ന് അറിയില്ല. യാസീനിലെ ഒരായത്തുണ്ട്, വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹു ഖാല അല്ലദീന കഫറൂ ലില്ലദീന ആമനൂ അനുത്ഇമു മൻ ലൗ യശാഉല്ലാഹു അത്അമഹു ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. ഈ ആയത്തിന്റെ അർത്ഥം എന്താണെന്ന് ബിസ്മി നാളെ വിശദീകരിച്ചാൽ മതി. ഒക്കെ നല്ലോണം ചോദിച്ചാരോടെങ്കിലൊക്കെ ഒന്ന് പഠിച്ചിട്ട് വന്നാൽ മതി. അപ്പോ ഈ ഒമാനൂരെ സംബന്ധിച്ച് ഈ ചോദ്യത്തിന് ഇത് മറുപടി ആയിട്ടുണ്ടോ എന്നും ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് നാളെ വരിക. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പയ്യോളി ഉസ്താദിന്റെ ചർച്ചയ്ക്ക് ശേഷം ഇനി വല്ല ഇതുപോലത്തെ വല്ല കുരുട്ട് ചോദ്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഐഡിയ ഞാൻ മറുപടി പറയുന്നതാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിന് 12:24. ഓക്കെ. ഞാനേ പയ്യൂർസ്ഥാദ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ നമ്മളെ മറ്റേ ഹദീസാദ് പയ്യൂർസ്ഥാൻ ഞാനേതോ ഇന്ന് ഞാൻ കുമ്മൂർസ്ഥാൻ ചർച്ച ശേഷം കുമ്മൂർസ്ഥാനിന് മാത്രം എനിക്ക് ഇഷ്ടമുള്ളത്. അതേമാതിരി മിന്നാളിപ്പോ നമ്മൾ ഈ ഓമാനോട് ബന്ധപ്പെട്ടാണ് 3 ഉസ്താദ്മാർ. അത് അവരേറ്റ് അതിൽപ്പെട്ടാണ് പയ്യൂർസ്ഥാദ്. ഇങ്ങനെ പയ്യൂർസ്ഥാദ് നമ്മളെ വാക്കിബിച്ചുസ്ഥാനും നമ്മളെ വാവാമൃസ്ഥാനും ഒഴിവാക്കി ACB 313 അയാളേക്ക് കണ്ടു. കാരണം എനിക്ക് ഓരോ ഉസ്താദമായിട്ട് അവരേക്ക് ഞാൻ തുടങ്ങുമ്പോൾ അവരോട് ചർച്ച ചെയ്യാൻ എനിക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് മറ്റുള്ളവർ ചെയ്തത് അത് ഞാൻ സമ്മതിക്കണം. കാരണം തരോ അത് നമുക്ക്
സമ്മതിച്ചു പറ്റില്ല. കാരണം സത്യം മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. ഈ ACB 313 ആ ഓരോ യാസീനില് അതിന്റെ ആ നമ്പർ ഒന്ന് പറഞ്ഞുതരണം. എന്നാലും എനിക്കത് ഉസ്താദ് പറഞ്ഞു. എന്താ വിസ്മയ ചോദിക്കണത്? ഖുർആനും ഹദീസും മനസ്സിലാക്കണം. നിങ്ങൾക്ക് സൂറത്ത് യാസീനിന്ന് ഒരായത്ത് അതിന്റെ നമ്പറും പറഞ്ഞു തരണോ? ഇതൊക്കെ മാനക്കേടാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങള് ഈ മുത്തലക്ക മുജിത്തഹിദ് നിങ്ങളെ പറയിപ്പിക്കണ സ്വഭാവമായി പോയി. കാരണം നിങ്ങൾ ഒരൊറ്റ സംഘടനയെയും സ്വീകരിക്കാത്ത ആളാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞു ഒന്നിനെയും ഞാൻ സ്വീകരിക്കൂല, എന്താണ് കാലം ദുഷിക്കുമ്പോൾ ഏകാന്തത. അപ്പൊ നിങ്ങൾ ഏകാന്തനായി ഇജ്തിഹാദ് മുത്തലക്ക മുജിത്തഹിദാന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ വല്ലാത്തിൽ താല്പര്യം അങ്ങനത്തെ ഇങ്ങനത്തെ ഇനി അതിന്റെ ആയത്ത് നമ്പർ കൂടി പറഞ്ഞു തരണം. ഇതൊക്കെ മോശമാണ്. നിങ്ങൾ തനാക്കുൽ ഉണ്ടാക്കരുത് സംസാരത്തിൽ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് എന്ന മൈക്കെടുക്കും, അതിനുശേഷം വിസ്മിക്കെടുക്കാം. ഉണ്ടാവുന്ന ഇത്തിരി കട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ആയത്തിന്റെ നമ്പർ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ വിവരമില്ലാത്ത ചോദ്യങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. അതുകൊണ്ട് ഇനിയിപ്പോ മൂപ്പരോട് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു. യാസീന് ഏതാ പിന്നെ ആയത്താണ് അല്ലെങ്കിൽ എത്രാമത്തെ നമ്പറാണെന്നൊക്കെ അറിയാനേ സമസ്തന്റെ പിന്നെ വിഭാഗോ EK വിഭാഗോ ഏതോ ആവട്ടെ, പിന്നെ 3ാം ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചാൽ മതി, അവർക്ക് കാണാപ്പാടുണ്ടാവും, അവരോട് ചോദിച്ചാൽ മതി. വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖക്കുമുല്ലാഹു ഖാല അല്ലദീന കഫറൂ ലില്ലദീന ആമനൂ അനുത്ഇമു മൻ ലൗ യശാഉല്ലാഹു അത്അമ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. ഇത് മദ്രസയിൽ ഏതെങ്കിലും ഒരു കുട്ടിനോട് നാളെ ചോദിച്ചിട്ട് ഇങ്ങനെ യാസീനിലില്ലേ, ഇങ്ങനെ ഖുർആനിലില്ലേ, യാസീനിലില്ലേ, പിന്നെ ഇനി കുറച്ചുകൂടി പേരുള്ളവരോട് ചോദിച്ചിട്ട് ഇതിന്റെ അർത്ഥം എന്താണ്, പിന്നെ അതിന്റെ വിശദീകരണം എന്താണ് എന്നൊക്കെ ശരിക്ക് എഴുതി പഠിച്ചിട്ട് നാളെ മൈക്കിന് മുമ്പിൽ വരിക. ഇനി ഇതുപോലെയുള്ള മറ്റ് കുരുട്ട് ചോദ്യങ്ങളും എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിലേ പിന്നെ നാളെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നേരം വൈകുന്നത് കൊണ്ടാണ്, നമുക്ക് നേരം വെളുക്കോളം ഇരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ഇനി മുതൽ. പിന്നെ അതുകൊണ്ട് പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം എന്ന് മാത്രം ഇപ്പൊ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പൊ നിങ്ങൾ 2 ഉസ്താദന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വളരെ കറക്റ്റ്. കാരണം തരോ ഈ കിബർ എന്ന് പറഞ്ഞ സാധനം അത് മനുഷ്യന്മാർക്കുള്ള സംഭവമാണ്. കാരണം ഞാനൊക്കെ മനസ്സിലാക്കണതോ എന്നും വിദ്യാർത്ഥികളാണ് മനുഷ്യർ. ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത് നിങ്ങൾ എവിടത്തെ പോകുന്നുള്ളൊരു വാണ്ടി മാത്രം അറിഞ്ഞാൽ സൂറത്ത് യാസീനും വൈരാഗ്യലൊക്കെ അതൊക്കെ അറിഞ്ഞിട്ടാണ് നിങ്ങളെ മുന്നിൽ. ഞാൻ കൂടെ പറഞ്ഞിട്ടേ നിങ്ങളെ മുന്നിൽ വരുമ്പോ എന്താ നിങ്ങൾ കുരുട്ടുബുദ്ധിയോട് തലച്ചോറിന് നിങ്ങൾ വളക്കും. അതിന് കാണാപാടാ. നിങ്ങൾക്ക് ഈ കിബർ ഉണ്ടല്ലോ, കിബർ നിങ്ങൾ എന്നെ മാറി അന്നതൊക്കെ നന്നാവുള്ളൂ. മനസ്സിലാക്കണം. നിങ്ങൾ ഇപ്പോഴും പറഞ്ഞത് മണ്ടത്തരാണ്. കിബർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്കുള്ളതാണ്. ആദ്യത്തെ പൊട്ടത്തരാണ്. ഇബ്ലീസ് മനുഷ്യനാണ്. ചെങ്ങയ്യ് ഇബ്ലീസ് അല്ല, നിങ്ങളെ വലിയ ഉസ്താദിന് വലിയ കിബറനായിരുന്നല്ലോ. ഖുർആനല്ല പറഞ്ഞത് മൂപ്പർക്ക് വലിയ കിബറായിരുന്നു. അത് ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ. നിങ്ങൾ കിബർ മനുഷ്യന്മാർക്കുണ്ടാവും, അത് വലിയ തെറ്റാണ്. പിന്നെ മനുഷ്യന്മാർക്കാണ് കിബർ ഉണ്ടാവുകയെങ്കിൽ ഞാൻ ഒന്നും പറയണില്ല, വിസ്മിക്ക് ദേഷ്യം പിടിക്കും. ഇത് വിസ്മി ദേഷ്യം പിടിക്കണ്ട. അതുകൊണ്ട് ആലോചിച്ച മനുഷ്യന്മാർക്കല്ലാത്ത ആളുകൾക്കും കിബർ ഉണ്ടാവാറുണ്ട് കേട്ടോ. കിബർ മനുഷ്യന്മാർക്കല്ലാത്തവർക്കും കിബർ ഉണ്ടാവാറുണ്ട് ഇല്ലേ? പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം ഒരു ആയത്ത് ഞാനിപ്പാണ്ട് പറഞ്ഞൊരു എളുപ്പത്തിൽ. എന്ത് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി വസദൂഹും റഹഖാൻ. ജിന്നേക്കും കിബർ കൂട്ടി.
ആര് മനുഷ്യന്മാരിലുള്ള ചില എന്താണ് ജക്കരിയ വിഭാഗം ഉണ്ടല്ലോ, ജക്കരിയ വിഭാഗത്തിന്റെ കുറച്ച് ആളുകൾ ജിന്നിനോട് ചേർന്ന് ശിർക്കല്ല എന്ന് പറഞ്ഞ് അങ്ങനെ എന്ത് ചെയ്ത് ജിന്നേക്കും വലിയ കിബിറന്മാരായി ഉണ്ടോ. അവർക്ക് അഹങ്കാരം വർദ്ധിപ്പിച്ചവൻ ആ ഖുർആനിൽ തന്നെ കാണാം. അപ്പൊ മനുഷ്യന്മാർക്ക് മാത്രമേ കിബറുണ്ടാവൂ എന്ന് പറഞ്ഞത് നിങ്ങളെ ഒരു വലിയ ബടായിയാണ് തിരിച്ചെടുത്തോളണം. മനസ്സിലായില്ലേ? ഇനി ആവർത്തിക്കരുത്, തൊട്ടത്തരം ആവർത്തിക്കരുത്. നിങ്ങൾ പറയണോ ഞങ്ങൾ SGBയിൽ വരുമ്പോ ശരിക്ക് മൈൻഡ് ഇങ്ങനെ വാശി ചെയ്യരുത് മോശ. ഇങ്ങനെ വാശി ചെയ്താൽ എനിക്ക് തോന്നണേ നിങ്ങൾ ടൈഡാറ്റായിട്ട് നിങ്ങളെ ബ്രെയിന് കഴിക്കുമെന്ന്. കാരണം ആ രൂപത്തിൽ പണ്ടത്തരം ഇപ്പൊ നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക, ശ്രദ്ധിക്കുക, ഓർമ്മിക്കുക. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ മൈക്കൂട്ട്. ആ ബിസ്മിയുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോ ഇങ്ങനത്തെ ബടായിയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. അല്ല അന്തര എന്താ ഇപ്പൊ മജീദ് സലാഹി അഡൽട്ടോണിൽ എന്തൊക്കെയോ പരിപാടി നടത്തിന്ന് കേട്ട് അന്തര നിങ്ങളെ അപ്ഡേറ്റിൽ നമ്മൾ കണ്ട് മജീദ് സലാഹി വല്ലാണ്ട് അഡൽട്ടോണില് അഥവാ 18+ പരിപാടി എന്തൊക്കെയോ നടത്തിന്ന് കേട്ട് എന്താ ഇപ്പൊ പരിപാടി? നിങ്ങളൊന്ന് വിശദീകരിക്കുവോ? നമുക്ക് കേൾക്കാൻ വേണ്ടിട്ടാ പൂതിയുണ്ടേ. ഞാൻ മൈക്കേട്ട്. അസ്സലാമു അലൈക്കും. അല്ല ഇതൊക്കെ കേൾക്കാനാണ് പൂതി. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പണ്ട് അലവി മുസ്ലിയാരും പറഞ്ഞല്ലോ, അടിപ്പാവാടയുടെ ആ ഇത് തെറ്റ് കേൾക്കാനാണ് ഭയങ്കര പൂതി. അത് മുസ്ലിയാക്കന്മാർക്കല്ലെങ്കിൽ സൂക്കേട് കൂടുതലാണല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. ആ ബിസ്മിയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കും. ഈ അൻവറൊരു മറുപ്പട്ടം തന്നെയല്ലേ? കാരണം ബിസ്മിക്ക് ചോദ്യമില്ല. അത് ഞാൻ മനസ്സിലാക്കിയില്ല. ബിസ്മി നാളത്തേക്ക് വെച്ചിരിക്കുകയല്ലോ. എവിടുന്നാ ഈ അൻവറ് വരുന്നത്? ഇതൊന്നും അറിയില്ലേ? ബിസ്മി പയ്യോളിനോടുള്ളത് ഞാൻ നാളെ പറയാം എന്ന് പറഞ്ഞ് ബിസ്മി പിൻവലിച്ചിരിക്കുക. പിന്നെ അടിപ്പാവാട കേൾക്കാനാണ് ഇഷ്ടമെന്നായിരുന്നു. ആർക്ക്? മുജാഹിദീങ്ങള് നേതാക്കന്മാര് ഞങ്ങളാണ് പെണ്ണുങ്ങൾക്ക് അടിപ്പാവാട് ഒഴിപ്പിച്ചെന്ന് പറയാ. എന്താ കാരണം? ഇഫ്സൂർ റഹ്മാൻ ഇപ്പുറത്ത് കൂടെ പോകുമ്പോ സദ്യ ഊരുമല്ലോ. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് വാടെങ്കിലും കിടന്നിട്ടെന്ന് ബാലിശ്ശേരി ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഉടുപ്പിച്ച നിങ്ങളാണെന്ന നിങ്ങളെ വാദം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എനിക്കല്ല, ഞാൻ ആരോപണമല്ല കേട്ടോ, ഞാൻ ഇതൊക്കെ കാര്യം പറയാം. എന്തായാലും ഉടുപ്പിച്ച നമ്മളെ പറയുമ്പോ നിങ്ങൾക്ക് ഇത്ര ബേജാറ്? നിങ്ങൾക്ക് പബ്ലിക് സ്റ്റേജ് കെട്ടിയിട്ട് പറയാ പെണ്ണുങ്ങൾക്ക് സൗസർ ഉടുപ്പിച്ചത് ഞങ്ങളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. അത് ബാലുശ്ശേരി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ അത് വലിയ തലവേദന. അതെങ്ങനെ? അതൊരു തെറ്റാ. അത് ശരിയുള്ള കേസല്ലാലോ. അവ എന്തായാലും ശരി, മജീദ് സലാഹി എന്താ പറഞ്ഞത്? അൻവറൊന്ന് ലൈസൻസ് വെച്ച് അന്ന് ഷെയർ ചെയ്താണ്. നിങ്ങൾക്ക് SGB അനുവദിക്കുകയാണ് ടൈം. എന്താ ഇപ്പൊ മജീദ് സലാഹി പറഞ്ഞ അതിൽത്തോണ്ടി പരിപാടി എന്തൊക്കെയോ ഉണ്ടെന്ന് കേട്ടു. എന്താ നിങ്ങളെ ഷെയറിംഗ് ഞാൻ കണ്ടില്ല. എനിക്ക് മനസ്സിലായപ്പോ ചിലപ്പോ അൻവറിന്റെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കാണുന്നുള്ള ബേജാറ് കൊണ്ടാണോ അൻവർ എന്താ പറഞ്ഞ വാക്കടിച്ചിട്ടില്ല. അപ്പൊ എന്താ സംഭവം എന്നൊന്നും അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് അൻവറിന് വേണമെങ്കിൽ പറയാം എന്താണ് മജീദ് സലാഹി പറഞ്ഞത്. ഹിക്കായത്തൻ അൻഹു, മനസ്സിലായില്ലേ? അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. മൈക്ക് തരൂ കേട്ടോ, കുഴപ്പമില്ല. ഇപ്പൊ ഒന്ന് ബിസ്മി എടുത്തോട്ടെ. ബിസ്മി നാളെ എന്നാട്ട് പിന്നെയും കൈയൊന്തിച്ചിട്ടുണ്ടല്ലോ. മൂപ്പർക്ക് സമയം കഴിഞ്ഞിട്ടില്ലേ? അത് ശരി, ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ഇന്റെ മറുപടിക്ക് ഉത്തരം തരാൻ പറഞ്ഞു. ഞാൻ തുടങ്ങി വെച്ച ഒരുപാട് അതിനൊക്കെ ഉത്തരം പറയാൻ എനിക്ക് ബാധ്യസ്ഥരാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മളെ ACB മുന്നിട്ട് തന്നെ വലിയ ബടായി അടിച്ച് പോയില്ല. എന്താണോ വൈരാജീന മന്ദിക്കും ഇമ്മാ റസഖക്കുമുല്ലാഹു ഖാലല്ലദീന കഫറു ലില്ലദീന ആമനു. നിങ്ങളെ എല്ലാ ചോദ്യത്തിനും മറുപടി തരും. പക്ഷെ ഞാൻ വിഷയത്തിലേക്ക് വന്ന് നമ്മൾ സംസാരം തുടങ്ങിയപ്പോ നിങ്ങളൊരു ഹദീസ് ഓതി ഇല്ലേ? ഒരു ഹദീസ് ഓതി. ആ ഹദീസിന്റെ വാക്കി നിങ്ങൾ ഓതാൻ വേണ്ടി ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു എനിക്കിപ്പോ ഓതാൻ നേരമില്ല, സമയമില്ല, കാരണം ടൈം ലേറ്റായിട്ടുണ്ട്, എനിക്ക് പോണം എന്നൊക്കെ നിങ്ങളാ പറഞ്ഞത്. ഞാൻ ഇരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ഇരിക്കാൻ തയ്യാറുണ്ടോ? ഇരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ റൈസന്റ് സംസാരിക്കാൻ തയ്യാറുണ്ടോ? ഉണ്ടോ? മൂപ്പരില്ല. ഉണ്ടെങ്കിൽ റൈസന്റ് വിഷയം സംസാരിക്കാലോ.
ഉണ്ടെങ്കിലും അൻവറെ കേൾക്കുന്നില്ലേ ഞാനായി പറയണത്? നിങ്ങൾ ഈ വിഷയം സംസാരിക്കാൻ തയ്യാറുണ്ടോ? ഞാൻ പിന്നെ മൈക്ക് നിങ്ങൾക്ക് തരാം, നമുക്ക് ഈ വിഷയം സംസാരിക്കാം, നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ റൈസാൻഡി ഉണ്ടാ ദത്താ അൻവറെ പറയിപ്പിച്ചല്ല. വെറുതെ ഈ നട്ടലില്ലാത്ത ആളുകൾക്ക് വേണ്ടി അൻവറിനെ പോലത്തെ വലിയ വഹാബി നേതാക്കന്മാര് ഇങ്ങനെ ശബ്ദിച്ചാലോ വാസളാകും. അണ്ടാ വിഷ്ണുവിന്റെ നട്ടല്ലാക്കാണെന്ന്. എന്നാ പിന്നെ ഈ ബഹുമാനപ്പെട്ട ഉസ്താദ് വൈക്കെടുത്തോളി. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മി പോയിട്ടുണ്ടാവൂല എന്ന് മനസ്സിലാക്കണു. പിന്നെ ആരും അറിഞ്ഞു ബിസ്മിക്ക് വിവരമില്ലാന്ന് പയ്യോളിസ്ഥാന് പേച്ചോ യാസീന്റെ ആയത്തളക്കാ ഓതിയത്. അതൊന്ന് പൂർത്തിയാക്കി ഓതിയിട്ട് എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നൊന്നും നിങ്ങൾ പറഞ്ഞു തരി, അതിന്റെ അർത്ഥം. എന്നിട്ട് നമുക്ക് പിന്നെ ചർച്ചയിലേക്ക് കിടക്കാം. അപ്പൊ ഉസ്താദ് അറിഞ്ഞില്ല ബിസ്മി DC ആയി. ഉസ്താദ് അറിഞ്ഞില്ല. അയ്യേ, ACB ഉസ്താദിന് ബിസ്മിനെ ശരിക്ക് തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ബിസ്മി DC ആയി. ഇല്ല DC ആയിട്ടില്ല കേട്ടാ. അതാ എന്നാ റൈസന്റെ ബിസ്മിയെ ബിസ്മി എന്ന റൈസന്റെ DC ആയി. അണ്ടാ മൂപ്പര് DC ആയി. ഇതാണ് മൂപ്പരെ കുഴപ്പം. അതാ എന്തെങ്കിലും ഒന്ന് മൂപ്പരോട് പറയാൻ വേണ്ടി പറഞ്ഞാൽ മൂപ്പർ അന്നേരം DC ആവും, ചെവി കേൾക്കൂല, അങ്ങനെയൊക്കെയുള്ള കുഴപ്പം മൂപ്പർക്ക് ഉണ്ടാവും. അത് മൊത്തത്തില് അൻവർ അഹമ്മദിനും ഉണ്ടാക്കും കുഴപ്പം. അൻവർ അഹമ്മദിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ റൈസാൻഡി? ഇല്ല, അൻവർ അഹമ്മദ് DC ആയിട്ടോ. നോക്കിക്കോ നിങ്ങൾ, ഞാൻ വെറുതെ അറിയില്ല. അൻവർ ഇവരുണ്ടോ? എന്നാ പിന്നെ റൈസാൻഡി ഉസ്താദിന്റെ ചോദ്യത്തിന് മറുപടി പറയും. എന്താണ് ആയത്ത്, എന്താണ് ആയത്തിന്റെ അർത്ഥം, എന്താണ് അതിന്റെ ഉദ്ദേശം, ഒന്ന് വിശദീകരിക്കും. വേഗം മൈക്കെടുത്തോളി. ഇപ്പൊ മൂപ്പർ എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുന്നറിയോ? എനിക്കിപ്പോൾ സമയമില്ല, നാളത്തേക്ക് മാറ്റുന്നു എന്നാ. ഇതിന് പറയാനാ മൂപ്പരിപ്പോ മൈക്കെടുക്കുന്നത്. എനിക്ക് ഉറപ്പാ. മൈക്കെടുത്തോളി. ഹലോ പൈലിസ്റ്റായ അദ്ദേഹം ഇപ്പൊ അവിടെ നാട്ടിൽ ഒരുപാട് സമയമായി. ഇപ്പൊ ചർച്ചയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാല് പിന്നെ അൻവർ നിങ്ങളല്ലേ പറഞ്ഞു മൂപ്പര് ചോദ്യത്തിന് നമ്മൾ മറുപടി പറയണമെന്ന്. എന്നാ പിന്നെ നിങ്ങളെ പറയും, നിങ്ങൾ ആലോചിക്കണ്ട. എന്താ ഇപ്പൊ രണ്ടാളും കൂടി PM-ലൂടെ ഒറ്റ പരിപാടിയാണ്. നമ്മളെ നിങ്ങൾ വെറുതെ വേണ്ടാത്തൊക്കെ ചോദിച്ചാണ്ട് ഇപ്പൊ നമ്മളെ പ്രയാസപ്പെടുത്തി വീണ്ടും വയ്യോളിതാ, അതുപോലെ തന്നെ ACP ഇതാ വിളിക്കണു, വരി എന്ന് പറഞ്ഞാണ്ട് ഇപ്പൊ നമ്മളെ മാനം കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തന്നെ വന്നിട്ട് ആ കുരുക്കൊന്ന് അയച്ചു തരുന്നെന്ന് മൂപ്പര് PM-ലൂടെ ബന്ധപ്പെട്ടെന്ന് സംശയമാണ്, ഉറപ്പില്ല. അതുകൊണ്ട് അൻവറെ വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കണം. നമ്മളെ വിഷ്ണു വന്നിട്ട് ഇപ്പൊ ആയത്തിന്റെ അർത്ഥം അതിന്റെ ഉദ്ദേശവും പറയും. ഞാൻ മൈക്കിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പയ്യോൾ ഉസ്താദ് ACB 313 ഉസ്താദെ, ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ കീബറുണ്ടല്ലോ, ജിന്നുവർഗത്തും മനുഷ്യരുടെ ആ കീബറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ശരിയാക്കി തരാം. ബിസ്മി എപ്പോഴും SCB വരുന്ന കേട്ടോ. അവിടെ 12 സമയം അതിക്രമിച്ച് കാരണം 4 മണിക്ക് എണീക്കേണ്ട മനുഷ്യനാണ്. പിന്നെ നമ്മളെ ജോലിയൊക്കെ എന്നോട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ വല്ലാതെ അഹങ്കരിക്കുന്ന നിങ്ങളെ കീബർ നാളെ ഞാൻ ശരിയാക്കി തരാം. നിങ്ങൾക്ക് ഖുർആൻ എന്താ ഹദീസ് എന്നാ ഞാൻ പഠിപ്പിച്ചു തരാം. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ നിങ്ങളെ മുന്നിൽ തന്നെ ബടായി ഞാൻ പറയില്ല. അസ്സലാമു അലൈക്കും. എന്താ സഹോദരങ്ങൾ പറയുന്നത്? ഇവിടെ ആർക്കാ കിബറുള്ളത്? ഇവിടെ ഞങ്ങൾ അറിഞ്ഞ സത്യം മറ്റുള്ള ഉസ്താദുമാർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ ആരാ കിബറ് പറയുന്നത്? നിങ്ങൾ ഈ നേരം ഈ 10 പാതിരായ നേരത്തെ എന്തെല്ലാം ഈ പറയുന്നത്? കുറെ ആൾക്കാർ കേൾക്കാൻ കാത്തിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇൻഷാ അല്ലാഹ് ഉസ്താദ് മൈക്കെടുത്തോളാൻ മൈക്കിട്ടു. ശരി ഉസ്താദ്, ഇപ്പൊ ഏതായാലും മൂപ്പർക്ക് വന്നിരുന്നോ ജിന്നേക്കും കീബറുണ്ടാവുന്നു. അപ്പൊ ജിന്നേക്കും മനുഷ്യന്മാർക്കും ഉണ്ടാകുന്ന ആ കീബറുണ്ടല്ലോ എന്ന് കൂട്ടിയിട്ടുണ്ട് മൂപ്പര്. അവർക്ക് മാത്രല്ല, ജിന്നേക്കും മനുഷ്യന്മാർക്കും മാത്രല്ല ആബിക്കും ഉണ്ടാവും കീബറ്. ഈ രണ്ടിലും പെടാത്ത സാധനമാണല്ല അത്. മനസ്സിലായില്ലേ? ഞാൻ കൂടി പറഞ്ഞോളുണ്ടോ? ജിന്നേക്കും മനുഷ്യന്മാർക്കും മാത്രമല്ല കീബറുള്ളത്, അത് ആബിക്ക് കുറച്ച് കൂടുതലുള്ള സാധനമല്ലേ. അതിലേക്ക് നിങ്ങൾ വെറുതെ കയറണ്ട. അപ്പൊ നമ്മളെ പ്രശ്നമാണെന്നല്ല, നിങ്ങൾ എല്ലാം പഠിപ്പിച്ചു തരാൻ. നമുക്ക് പഠിക്കാൻ കൊതിയാകുന്നു, ഞങ്ങൾക്ക് പഠിക്കാൻ കൊതിയാകുന്നു. അതുകൊണ്ട് വേഗം പറഞ്ഞു തരി. ഇതെന്തിനാ നാളത്തേക്ക് വെക്കണേ? ഒരാളൊരു എന്ന് ചോദിക്കുമ്പോ ഞങ്ങളെ ഉസ്താദാവാനുള്ള സർവ്വയോഗ്യത നിങ്ങൾക്കുണ്ട്, നിങ്ങൾ അവകാശപ്പെടുന്നു, നമ്മൾ സമ്മതിച്ചിട്ടില്ല കേട്ടാ.
നിങ്ങൾ അവകാശപ്പെടുന്നു. എന്നാൽ ആ ആയത്തിന്റെ അർത്ഥവും അതിന്റെ താല്പര്യവും അതിന്റെ വിവക്ഷയൊക്കെ ഒന്നിങ്ങോട്ട് പറയും, വേഗമായിക്കിടുക. നാളെ ആക്കണ്ട, ഞങ്ങൾക്ക് മുതാലിമീങ്ങളായിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ഭയങ്കര താല്പര്യമാണ്. ഇതിനോടുള്ള ആ ഒരു റിസുണ്ടല്ലോ വല്ലാണ്ടുണ്ട്, വേഗമായിക്കെടുത്തിട്ട് പറഞ്ഞോളി. എ പി സുന്നികളെ പോലെ കിബിർ ലോകത്തെ ആർക്കെങ്കിലും ഉണ്ടോ? അതിനിഷ്ടാതെ നിങ്ങളിപ്പോ ഈ കിബിർ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അന്ന സയ്യിദു വൽദി ആദം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ കിബിറാന്ന് മനസ്സിലാക്കി. നബി അല്ലട്ടാ, കിബിറല്ല, വലാ ഫഖർ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? കിബിർ എന്താ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് കിബിർ എന്താന്ന് തിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എ പി സുന്നികളെ മാതിരി കിബിറുള്ള ലോകത്ത് വഹാബിന്റെ അത്ര കിബിർ ലോകത്തൊരു സാധനത്തിനും ഇല്ല. നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഏത് സുന്നിയായാലും ഞങ്ങൾക്ക് വിവരമില്ല. ഞങ്ങൾക്ക് വിവരമുള്ള ഇമാമി നിങ്ങൾ പറയണത് സ്വീകരിക്കാനേ കഴിയൂ. അതിന് മാത്രമുള്ള വിവരേ ഞങ്ങൾക്കുള്ളൂ എന്ന് പറയുന്ന സുന്നിയേ ഉള്ളൂ. വഹാബിന്റെ അഹങ്കാരം എന്താ? ഹും റിജാലുൻ വനഹ്നു റിജാലുൻ. ഷാഫിയാരാ, അബൂ ഹനീഫാരാ, ഇമാം ഹംബലി ആരാ? ഓനെല്ലാം മനുഷ്യന്മാരാ, ഞങ്ങൾ മനുഷ്യന്മാരാ. ഓർക്ക് മാത്രം ഇജ്തിഹാദ്. ഞങ്ങൾക്ക് എന്താ ഖുർആൻ ഹദീസില്ലേ? ഞങ്ങൾ ആലിമീങ്ങളാണ്, ഞങ്ങൾ മുജ്തഹിദാൻ, തേങ്ങാ കൊലയാണ് ചങ്ങായിമാരെ. ഇത്ര വലിയ കിബിറുള്ള ആൾക്കാർ ലോക ചരിത്രത്തിൽ വരെ ഉണ്ടായിട്ടില്ല. മനസ്സിലാക്കിക്കോളൂ. വഹാബിന്റെ കിബിറുള്ള ഒരു സാധനം ലോകത്ത് ഒന്നുമില്ല, ഇന്നവരുണ്ടായിട്ടില്ല. എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇബ്ലീസിന്റെ അതേ അഹങ്കാരാണെന്ന് വഹാബിക്കുള്ളത്. സെയിം റൈറ്റിലാണ് ഇബ്ലീസിന്റെ സെയിം അഹങ്കാരം. പോരെ, അതിന്റെ അപ്പുറത്തേക്ക് ഇനി പറയണ്ടല്ലോ, മോശമല്ലേ? ഞാൻ മൈക്കോട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് മൈക്കെടുക്കും, അതിനുശേഷം മറ്റുള്ളവർക്ക് മൈക്കെടുക്കാം. അസ്സലാമു അലൈക്കും. ഏത് ഇമാമാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഇജ്തിഹാദ് ചെയ്തത്? നിങ്ങളല്ലേ ചെയ്യുന്നത്? ഓരോ സംവാദം നടക്കുമ്പോഴും ഓരോ ഖുർആന്റെ ആയത്തുമായിട്ട് അതിനെ ദുർവ്യാഖ്യാനിച്ച് സന്ദർഭത്തിൽ നടത്തിയെടുക്കുന്നത്, എന്നിട്ട് അത് ജനങ്ങളെ പറ്റിക്കുന്നു. ഖുർആനിന്ന് പിന്നെ തെളിവുണ്ട്. എല്ലാ ഇമാമിയങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, വിഷയം പോയിന്റിലേക്ക് എത്തി ഉസ്താദെ, SEB ഉസ്താദെ, വിഷയം പോയിന്റിലേക്ക് എത്തി. ഞാനത് നിങ്ങൾ പറയുന്ന ഇമാമിന്റെ കിതാബിൽ നിന്ന് അല്ലാഹു അല്ലാത്തവരോടുള്ള വിളിച്ചു പ്രാർത്ഥനയല്ല നിങ്ങളെ വാദം. അത് ഞാൻ നിങ്ങൾ പറയുന്ന ഇമാമിന്റെ കിതാബിൽ നിന്ന്, നിങ്ങൾ പറയുന്ന കിതാബിൽ നിന്ന് ഞാൻ തെളിയിച്ചു തരാം. പോരെ അൻവറെ, നിങ്ങൾ പറയാൻ. പക്ഷെ എനിക്കൊരു കുഴപ്പമുണ്ട്, ഈ വിളിച്ചു പ്രാർത്ഥനക്കുള്ള അറബി ഒന്ന് കിട്ടണം. കാരണം കിതാബെല്ലാം അറബിയിലാണ്. അതുകൊണ്ട് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ നിങ്ങൾ പറഞ്ഞത് ഞാൻ കിതാബ് കൊണ്ട് തെളിയിച്ചു തരാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ വിളിച്ചു പ്രാർത്ഥന ഇന്നതാണ് അതിന്റെ അറബി. അത് ഏത് ഇമാമാ പഠിപ്പിച്ചത് നിങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ അതിന് മറുപടി തരും. അൻവർ മൈക്കിലേക്ക് വന്നോളൂ, ഡയറക്റ്റ് വന്നോളൂ. എന്നിട്ട് ആ വിളിച്ചു പ്രാർത്ഥനയുടെ അറബി ഒന്ന് എനിക്ക് പറഞ്ഞു തരും. എന്നാ നിങ്ങൾ പറയുന്ന ഇമാമിന്റെ നിങ്ങൾ പറയുന്ന കിതാബിന് ഞാൻ തെളിയിച്ചു തരും. മൈക്കെടുത്തോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെ അൻവർ അഹമ്മദ് അല്ലേ പേര്? അൻവർ അഹമ്മദ് പിന്നെ വിവരല്യാണ്. അത്തക്കബ്ബറു മഅൽ മുതക്കബ്ബിരി തവാളുൻ എന്നാണ് പൊതുതത്വം. അഹങ്കാരിയോടത്തുള്ള അഹങ്കാരം അത് വിനയമാണെന്നാണ് പൊതുഭാഷ്യം. അതുകൊണ്ട് പിന്നെ അൻവർ അഹമ്മദ്, ഞങ്ങളുടെ കിബറൊന്നും നിങ്ങൾ അങ്ങനെ ലബോറട്ടറിയിലിട്ട് ചെക്ക് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ ഖുർആനും ഹദീസൊക്കെ പഠിച്ചിട്ട് പണ്ഡിതന്മാരോട് ഖുർആൻ എന്ന് പോലും നിങ്ങൾക്ക് പറയാൻ അറിയാത്ത നിങ്ങളാണ് വയോളി പോലുള്ള ഉസ്താദുമാരോട് സംവദിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. ഉസ്താദിനോട് ചോദിച്ചു. അപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് ജസാക്കുമുള്ള, അൻവർ മൈക്കിലേക്ക് വരും. അതിന്റെ അറബി, വിളിച്ചു പ്രാർത്ഥനയുടെ അറബി ഇപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു തരും. അത് ഞാൻ അദ്ദേഹം ആവശ്യപ്പെടുന്ന കിതാബിൽ നിന്ന് അദ്ദേഹം ഉന്നയിക്കുന്ന ഇമാമിന്റെ പേര് ഇൻഷാ അല്ലാഹ് ആ വിളിച്ചു പ്രാർത്ഥന ഞാൻ തെളിയിക്കുകയും ചെയ്യും. പക്ഷെ അതിനാദ്യം അൻവർ അതിന്റെ അറബി ഇപ്പൊ പറഞ്ഞു തരും നമുക്ക് ഇൻഷാ അല്ലാഹ്. അൻവർ റൈസ് ഹാൻഡ് ചെയ്തോളൂ.
റൈസ് ഹാൻഡ് ചെയ്തോളൂ, ഇല്ലെങ്കിൽ വേറെ പണിയെടുക്കേ. ഓക്കെ, അൻവർ റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്, മൈക്ക് എടുത്തിട്ട് പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും. ഈ കാന്തപുര ഉസ്താദല്ലേ അന്ന് പറഞ്ഞത് കോട്ടപ്പുറം സംവാദം കഴിഞ്ഞിട്ട്, അതായത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഞാൻ ധാരാളം ആയത്തുകൾ ഓതി ഖുർആനിൽ നിന്നും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതെന്താണ്? എന്നിട്ട് പിന്നെ ഖുർആൻ അതായത് ഒരുപാട് ഖുർആൻ ആയത്തൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. വിശ്വാസം ശരിയായില്ലെങ്കിൽ നിങ്ങളുടെ ഏത് അമലാണ് അള്ളാഹ് സ്വീകരിക്കാൻ പോകുന്നത്? ACB 313 ഉസ്താദെ, അറബി നന്നായിട്ട് വായിക്കാൻ അറിയാമെങ്കിൽ സ്വർഗത്തിൽ പോകുന്നത് എവിടെയാണ് പറഞ്ഞത്? ആദ്യം വിശ്വാസം ശരിയാക്കണം. നിങ്ങളുടെ വിശ്വാസം ഒന്നും ക്ലിയർ അല്ല. ഏതും കല്ലും മണ്ണും പിന്നെ മരവും ആരാധിക്കപ്പെടുന്ന വസ്തുക്കളാക്കിയിട്ട് എന്നെക്കൊണ്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന് അൻവർ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞുവിട്ടാ ഞങ്ങൾക്ക് വലിയ ബേജാറാണ്, വലിയ വിഷമത്തിലാണ്. അൻവർ നിങ്ങൾ അങ്ങനെ പറയരുത് കേട്ടോ, കാരണം മോശമാണ്. കാരണം നിങ്ങൾ മജീദ് സലാഹി ആവാൻ പാടില്ല, മോശമാണ്, ശ്രദ്ധിക്കണം. പിന്നെ അതന്നല്ല ഇവിടുത്തെ നമ്മളെ കുഴപ്പോ. ഞാൻ ഇപ്പൊ പറഞ്ഞു നിങ്ങൾ അതിന്റെ അറബി ഇങ്ങോട്ട് പറയും, ഞാൻ ഇമാമിന്റെ പേരിൽ തെളിയിച്ചു തരാം. നിങ്ങൾ അതിന്റെ അറബി ഇങ്ങോട്ട് പറയൂ. ഇപ്പൊ ചോദ്യകർത്താവ് നിങ്ങളല്ലേ, ആ ചോദ്യം നിങ്ങൾ ചോദിച്ചു, ഞാൻ ഓക്കെ ക്ലിയർ ചെയ്യുന്നു, ഞാനതിന് രേഖ തരാം എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ അറബി ഇങ്ങോട്ട് പറയൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾ പറയുന്ന ഇമാമിന്റെ നിങ്ങൾ പറയുന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഞാനത് തെളിയിക്കാം. പിന്നെ നിങ്ങൾ പറഞ്ഞു ഞങ്ങളൊന്നും വിശ്വാസം ശരിയല്ല. അൻവർ നിങ്ങളെ ഒറിജിനൽ ഗ്രൂപ്പ് പറയണ നിങ്ങളെ വിശ്വാസേ ശരിയല്ല, നിങ്ങൾ ശിർക്കിന്റെ പ്രചാരകരാന്ന. എന്താ ഇപ്പൊ ചെയ്യണു? മാനം പോയില്ല അൻവർ. ഇന്നലെ കൂട്ടാളിയാണ് മുഴുവനും നിങ്ങളെ കൊണ്ടുവരുന്ന തൗഹീദിന്റെ ആളുകളാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടില്ലേ അൻവറെ? ചാച്ചക്ക് പിടിച്ചില്ലേ? എന്നിട്ട് സക്കരിയ സലാഹി നിലവിളിച്ചിട്ട് കണ്ടല്ലേ നടക്കുന്നത്? ഉളുപ്പില്ലാതെ എന്റെ മേലിൽ മയ്യത്ത് നിസ്കരിക്കാൻ ആളെ കിട്ടും കണ്ട് എന്തിനാണ് ഇങ്ങനെ നാണം കെടാൻ? കേരളക്കരയിൽ റബ്ബ് നിങ്ങളെ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞിരിക്കുക. ഓർമ്മ വേണം നിങ്ങൾക്ക്. എന്നിട്ടും വലിയ വർത്താനം പറയണില്ലേ? കളവോ കളവോ? ഞാൻ പറഞ്ഞത് കളവോ? ഷിർക്കാണ് എന്റെ പേരിൽ ആരോപിച്ചതും. എന്റെ പേരിൽ ആരോപിച്ചത് ഷിർക്കാണ് അല്ലേ? പറഞ്ഞിട്ടില്ലേ? സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ലേ? എന്നെ ഷിർക്ക് ആരോപിച്ചിട്ടാണ് പുറത്താക്കിയത്, അതിലാണ് എനിക്ക് വേദന പറഞ്ഞിട്ടില്ലേ? സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ എന്താ മുണ്ടാട്ടില്ലാത്ത? പറഞ്ഞിട്ടുണ്ടില്ലേ? അതെന്നാ പറഞ്ഞത്. അപ്പോ ആ ഒരു രൂപത്തിലേക്ക് പടച്ചോ നിങ്ങളെ മാനം കെടുത്തിയിട്ടുണ്ട്. പയ്യോളി വിഷയം മാറ്റിയിരുന്നോ? പയ്യോളി പറഞ്ഞാൽ തന്നെയാണ്. കാരണം ഇദ്ദേഹം ഷിർക്കാണ്, മുഷിരിക്കാണ് എന്നാണ് ആര് സംസാരിക്കുന്നത്? KNM ഔദ്യോഗിക വിഭാഗം സംസാരിക്കുന്നത് എന്ന് ആരാ പറയുന്നത്? സക്കരിയ സലാഹി പറയാണ്. സക്കരിയ സലാഹി പറയാണ് എന്നെ മുഷിരിക്കാക്കി, എന്നെ എന്റെ പേരിൽ ഷിർക്കാരോപിച്ചിട്ടുണ്ട് പുറത്താക്കി എന്ന് പറഞ്ഞാൽ മൂപ്പരെ മേലിൽ മയ്യത്ത് നിസ്കരിക്കാൻ, മുഷിരിക്കിന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? എങ്ങയ്യെ പഠിച്ചു വെച്ചോ? മൂപ്പരെ മേലിൽ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റൂല, മൂപ്പരെ മുസ്ലിം ശ്മശാനത്തിൽ മറവ് ചെയ്യാൻ പറ്റൂല. ആ ഫാത്തുമ അർപ്പണിച്ചു എന്നാ പറയുന്ന അർത്ഥോ? നിങ്ങൾക്ക് തലക്ക് സുഖമില്ലേ? ആ ഒരു രൂപത്തിൽ അദ്ദേഹത്തിനെ മാറ്റിക്കളഞ്ഞു. മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് പടച്ചോൻ തന്ന ശിക്ഷയല്ലേ? കേരളത്തില് നന്നായിട്ടുണ്ട്. ഇപ്പൊ അനുഭവിക്കുക. അച്ഛനും മക്കളും കൂടെ കുത്തിരി മാറത്തടിച്ച് നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. കിട്ടേണ്ടത് കിട്ടേണ്ട പോലെ കിട്ടേണ്ട സമയത്ത് കിട്ടി. അതന്നെ നന്നായത്. ബഹുമാനപ്പെട്ട ഉസ്താദ് ACB ഉസ്താദ് മൈക്കിലേക്ക് വന്നോളൂ. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. നിങ്ങൾ പറയാറുണ്ടല്ലോ മുജാഹിദുകൾ 8, 80 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി 800 ഗ്രൂപ്പ് ആയാലും ശരി, ഇനി തിരിച്ചു പോകില്ല ആ ഖുറാഫാത്തിലേക്ക്. മനസ്സിലായില്ലേ? ആ ശിർക്കൻ കൂടാരത്തിലേക്ക് ഇനി ഒരു തിരിച്ചു പോകില്ല, ഒറ്റ കുത്തിയെ കിട്ടത്തില്ല. ഇനി നിങ്ങൾ ഇവിടെ റൂമ് പറഞ്ഞു വെച്ചാൽ ഇനി എന്തൊക്കെ ഗീർവാണം പറഞ്ഞാലും ശരി, ഔഷാദോട് പറ സത്യാസനായി എരിഞ്ഞു നിൽക്കുകയാണ്. അൻവറെ നിങ്ങൾ ഖുറാഫാത്തിലേക്ക് പോയി എന്നാണ് മറ്റൊരു പറയുന്നത്. നിങ്ങൾ പഴയ ഖുറാഫാത്തിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു എന്നാണ് ഔദ്യോഗിക വിഭാഗം പറയുന്നത്. മുമ്പ് മനുഷ്യ കഴിവിനപ്പുറമുള്ളത് സൃഷ്ടികളോട് ചോദിച്ചാൽ ഷിർക്കാണെന്ന് പറഞ്ഞ പഴയ തൗഹീദിന് വിട്ട് പഴയ ഖുറാഫാത്തിലേക്ക് നിങ്ങൾ അടുത്തിരിക്കുന്നു എന്നാണ്
ഔദ്യോഗിക വിഭാഗത്തിന്റെ കാഴ്ചപ്പാട് എന്ത് പറയാനുണ്ട്? നിങ്ങളിപ്പോ പഴയ ഖുറാഫാത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ പഴയ ഖുറാഫാത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അറിയാതെയാണെങ്കിലും. നിങ്ങൾക്ക് ആദ്യം ജിന്നിനെ വിളിച്ച് സഹായം തേടല് ഷിർക്കായിരുന്നു. ഇപ്പൊ ആ ഷിർക്കുമ്പോ നിങ്ങൾ വിട്ടിട്ടുണ്ട്. നിങ്ങളിപ്പോ വസീലത്തിന്റെ ഷിർക്കായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ മുതലായി പിന്നെ അനുവദനീയാന്ന് പറയുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് വരൂ. നിങ്ങൾ കൺട്രോൾ ചെയ്യും. കാരണം ഈ ജക്കരിയക്കുള്ള കുഴപ്പം എന്താ അറിയോ? ഞാൻ ചെറുതായിട്ട് പറയാ, വല്ലാണ്ടൊന്നും പറയണ്ട, ഇത്തിരി തൊലിക്കട്ടി കൂടുതലാണ്. അത് പിരാന്തിന്റെ അടയാളാണ്. നിങ്ങൾ ആലോചിച്ചത് അൻവരെങ്ങനെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്ര എളുപ്പില്ലാത്തൊരു മനുഷ്യൻ ലോകത്തുണ്ടോ? കാരണം ഇന്നലെ വരെ അൽ ഐന ഹഖുൻ എന്ന് പറഞ്ഞ ഹദീസ് ഇല്ലായിരുന്നു ലോകത്ത്. ബുഖാരിയിലും മുസ്ലിമിലും സിഹാഹ് സിത്തയിലും അങ്ങനെ ഒരു ഹദീസേ ഇല്ലായിരുന്നു. കണ്ണേറ് അങ്ങനെ ഒരു സംഭവേ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച വഹാബിയാണ് ആര്? ഈ സക്കരിയ. മൂപ്പരൊരു സുപ്രഭാതത്തിൽ വന്നിട്ടൊരു പിന്നെ കണ്ണേറുള്ളതല്ലേ അൽ ഐന് ഹഖുൻ ഹദീസിലുള്ളതല്ലേ, ഉളുപ്പുണ്ടോ പിന്നെ അത് താങ്ങി നടക്കാൻ? ആ സക്കരിയാനെ താങ്ങി നടക്കാൻ ഇന്നലെ വരെ പഠിപ്പിച്ചു ഇല്ലേ? കണ്ണേറില്ലേ? കണ്ണേറില്ലേ? ഇല്ലേ? ഒരു കാലത്ത് പഠിപ്പിച്ചു ആ രണ്ട് ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണമാണെന്ന് ഇവിടെ ഒരു കുട്ടിക്ക് വാദമില്ലാന്ന് ബുഖാരി നോക്കി പരിഹസിച്ചു ഈ വഹാബി. ഈ പുരോഹിതൻ ആര്? ഈ സക്കരിയ എന്ന പുരോഹിതൻ പിറ്റേന്ന് വന്നിട്ട് പറയാ സലാം സുല്ലമിന് എതിർത്തുകൊണ്ട് ബുഖാരിയിൽ നവീഫോ. ആര് പറഞ്ഞു സുല്ലമി? ഉളുപ്പുണ്ടോ പിന്നെയും കൂടിക്കൊണ്ടിരിക്കാൻ? ഇന്നലെ വരെ പറഞ്ഞതൊന്ന്, ഇന്ന് പറഞ്ഞത് വേറൊന്ന്, ഇനി നാളെ വീണ്ടും മാറ്റി ഇയാൾക്കുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, ആദർശം പറയാൻ ഒരു പ്ലാറ്റ്ഫോമിൽ ഉറച്ചു നിൽക്കാൻ സക്കരിയക്ക് കഴിയില്ല. കാരണം അതിനുള്ള ത്രാണി സക്കരിയക്ക് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആൾക്ക് കേൾക്കണം, നിങ്ങളെ നേതാവിന്റെ അവസ്ഥയാത്. നിങ്ങളെ നേതാവിന്റെ കോലാണത്, സക്കരിയന്റെ കോലാണത്. ഞാൻ മൈക്ക് വിടുകയാണ്. വെറുതെ നിങ്ങളെന്നെ കൊണ്ട് എണ്ണിക്കാൻ നിൽക്കരുത്. പഴം പുരാണങ്ങള് ഓരോന്നോരോന്ന് കേട്ടറുത്ത് പറയാൻ തുടങ്ങിയാൽ ഒട്ടനവധി പറയാനുണ്ടാവും. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. അങ്ങനെയാണെങ്കിൽ പേരോടൊക്കെ എന്തൊക്കെ പറഞ്ഞു മാറ്റി പറഞ്ഞിരിക്കുന്നു. ആദ്യം സലമാണെന്ന് പറഞ്ഞു, പിന്നെ നസബാണെന്ന് പറഞ്ഞു, പിന്നെ വേറെ എന്താണ് വേറെ ഏതാണെന്ന് പറഞ്ഞു. എന്തൊക്കെ പറയുന്നു? പള്ളി മറ്റേ മസ്ജിദ് ആസാറാണ് പണിയാൻ, ഷെറ മുബാറക്കാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അത് വേറെ പേര് മാറ്റി. ഇത് വേറെന്താ പേരല്ലേ? അങ്ങനെ എന്താ? അപ്പം